ബ്ലാക്ക് ഔട്ട് റിപ്പർ അല്ലെങ്കിൽ വാർ ടൈം റിപ്പർ, അതുമല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് കില്ലർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആരെയും ഞെട്ടിക്കുന്നൊരു നിഷ്ഠൂരനായ കൊലയാളിയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ. ബ്ലാക്ക് ഔട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും ഈ സീരീസ് ഓഫ് ബ്രൂട്ടൽ ക്രൈം നടന്ന കാലത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഞാൻ മുൻപ് ചെയ്തൊരു കഥയുടെ ലിങ്ക് കീഴെ കൊടുക്കാം. അതും ഒരു ക്രൈം സ്റ്റോറിയാണ്, ജമീന്ദാർ കൊലക്കേസ്. അതിൽ വളരെ വിശദമായിട്ട് എന്താണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ കഥയിലെ നായകന്റെ ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും ഞാനൊന്ന് ഞെട്ടി. നിങ്ങൾ ജെയിംസ് ബോണ്ട് സിനിമകൾ കണ്ടവരായിരിക്കും. ആ പരമ്പരയിലെ ഏറ്റവും മികച്ച നടൻ, അതായത് ബോണ്ട് ക്യാരക്ടർ ചെയ്ത നടൻ സീൻ കോണറിയാണെന്ന് പൊതുവെ പറയപ്പെടുന്നു. എന്നാൽ എനിക്കിഷ്ടം ഡാനിയൽ ക്രെയ്ഗിനെയാണ്. അതേ ഡാനിയൽ ക്രെയ്ഗുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് ഈ കൊലയാളിക്ക്. അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരാൾ. മറ്റൊരു കാര്യം, ഈ വീഡിയോയിൽ ക്രൈം നടന്ന ഡേറ്റുകൾ പറയുമ്പോൾ ചിലർക്കൊരു കൺഫ്യൂഷൻ വരുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം സാധാരണഗതിയിൽ നമ്മളൊരു സീരിയൽ കില്ലറുടെ കഥ പഠിക്കുമ്പോൾ പൊതുവെ കാണപ്പെടുന്ന ഒരു പാറ്റേൺ ഉണ്ട്. കില്ലർ ഒരു നിശ്ചിത ഇടവേളകളിട്ടാണ് കൊല്ലുവാനായിട്ട് ഇറങ്ങുന്നത്. അതിന് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഇടവേളകൾ ഉണ്ടായിരിക്കും. എന്നാൽ അതെല്ലാം ബ്ലാക്ക് ഔട്ട് റിപ്പറിന്റെ കാര്യത്തിൽ അസ്ഥാനത്തായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അടങ്ങാത്ത കൊലവെറിയോടെ ആ കൊലയാളി നടത്തിയ സീരീസ് ഓഫ് മർഡർ തുടങ്ങിയതും പിന്നെ ഒടുങ്ങിയതും വെറും 6 ദിവസം കൊണ്ടാണ്. അതാണ് ഈ കഥയുടെ പ്രത്യേകതയും. ഇതിലും വേഗതയിൽ ക്രൈം ചെയ്തിട്ടുള്ള വേറെയും ആളുകളുണ്ട്. അവരുടെ കഥകൾ വഴിയെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ ധാരാളം വ്യക്തികളുടെ പേരുകളും അവരുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ചുമെല്ലാം ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ആവശ്യപ്പെടുന്നൊരു വീഡിയോ ആണിത്. അതുപോലെ ഫാമിലിയായിട്ട് കുട്ടികളുമൊത്ത് വീഡിയോ കാണുന്നവർ അതൊന്ന് ഒഴിവാക്കാം. ഇതങ്ങനെ കാണുവാനായിട്ട് പറ്റിയ കഥയല്ല. അപ്പോൾ എങ്ങനെയാണ്, ഡാർക്ക് ഹിസ്റ്ററീസ് 37ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പോവുമല്ലേ. വർഷം 1942 ഫെബ്രുവരി 8. അന്നൊരു ഞായറാഴ്ചയാണ്. രാത്രി സമയം. സ്ഥലം ലണ്ടൻ നഗരം. സെക്കൻഡ് വേൾഡ് വാറിന്റെ ഭീഷണിയിൽ രാജ്യങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുന്നു. ജനങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും അഡോൾഫ് ഹിറ്റ്ലർ മുറിമീശയുമായിട്ട് വന്ന് ഭയപ്പെടുത്തുന്ന കാലം. അന്ന് രാത്രിയിൽ ഏറെ വൈകിയാണ് ബേക്കർ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷനിൽ 41-കാരി ഫാർമസിസ്റ്റുമായ ഈവ്ലിൻ മാർഗരറ്റ് ഹാമിൽട്ടൺ ട്രെയിനിൽ നിന്നും ഇറങ്ങിയത്. സമയം അപ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. സ്റ്റേഷനിൽ അപ്പോഴും ഉണ്ടായിരുന്നൊരു പോർട്ടറുടെ സഹായത്തോടെ അവൾ ഒരു ടാക്സി വിളിച്ചു. ആ ടാക്സി അവളെ ഗ്ലൗസിയാസ്റ്ററിലെ ഒരു ബോർഡിംഗ് ഹൗസിന് മുൻപിൽ എത്തിച്ചു. അന്ന് രാത്രിയിൽ അവിടെ തങ്ങുവാനായിട്ട് അവൾ ഒരു മുറി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. അടുത്ത ദിവസം ഗ്രിംസ്ബി എന്ന സ്ഥലത്തുള്ള പുതിയൊരു സ്ഥാപനത്തിൽ അവൾക്ക് ജോലിക്ക് കയറേണ്ടതുണ്ട്. അതിനുള്ള സർവ്വ തയ്യാറെടുപ്പുമായിട്ടാണ് എവ്ലിൻ ഹാമിൽട്ടൺ വന്നതും. കൂടാതെ അന്ന് അവളുടെ ജന്മദിനവുമായിരുന്നു. എന്നാൽ അവൾ ഉദ്ദേശിച്ചതുപോലെയല്ല അന്ന് രാത്രിയിൽ കാര്യങ്ങൾ നടന്നത്. ഭാഗ്യത്തിന് ബോർഡിംഗ് ഹൗസിലെ മണി മുഴക്ക് മുൻപായിട്ട് ഒരു നിമിഷം തന്നെ ഒന്ന് കാത്തു നിൽക്കുവാനായിട്ട് എവ്ലിൻ ടാക്സി ഡ്രൈവറോട് പറഞ്ഞിരുന്നു. അതെന്തായാലും നന്നായി. ബോർഡിംഗ് ഹൗസിലെ വാതിലും തുറന്ന് പുറത്തേക്ക് വന്ന ഹൗസ് മെയ്ഡൻ ആർക്കും ദേഷ്യം വരുന്നൊരു കാര്യമാണ് അവളോട് പറഞ്ഞത്. എല്ലാ മുറിയിലും ആളുണ്ട്. അവൾക്ക് താമസിക്കുവാനായിട്ട് ഇവിടെ റൂമുകളൊന്നും ഒഴിവില്ല. ഇത് കേട്ടതും എവ്ലിൻ അവരോട് ചൂടായി. കാരണം താൻ മുൻപേ ഇവിടെ റൂം ബുക്ക് ചെയ്തതാണ്. ഇപ്പോഴിതാ മുറിയൊന്നും ഒഴിവില്ല എന്ന് പറയുന്നു. അതും ഇത്രയും നേരം വൈകിയ ഈ സമയത്ത്. അപ്പോഴാണ് താൻ മുൻപ് ഇവിടെ വരുമ്പോൾ താമസിച്ചിരുന്ന 3 ആർട്സ് ക്ലബ്ബ് എന്ന ഹോട്ടലിന്റെ കാര്യം എവ്ലിന്റെ ഓർമ്മയിൽ വന്നത്. നേരെ അവിടേക്ക് പോകുവാനായിട്ട് അവൾ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഇത്തവണ അവളെ ഭാഗ്യം തുണച്ചു. 3 ആർട്സ് ക്ലബ്ബിൽ ധാരാളം മുറികൾ ഒഴിവുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള ആഹാരമെല്ലാം ഇതിനോടകം തീർന്നിരുന്നു. എവ്ലിൻ അവിടെയുള്ളൊരു ജോലിക്കാരിയോട് തനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നും നല്ല ആഹാരം എവിടെ കിട്ടുമെന്നും അന്വേഷിച്ചു. ജോലിക്കാരി എവ്ലിനോട് മാർബിൾ ആർച്ചിനടുത്ത് പുതിയതായിട്ട് ഒരു ബാർ തുടങ്ങിയിട്ടുണ്ട് എന്നും അതിനോട് ചേർന്ന് ലിയോൺസ എന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നും പറഞ്ഞു. എല്ലാ ദിവസവും 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ റെസ്റ്റോറൻറ്റും അതുപോലെ ബാറും. ഏതു സമയത്തും അവിടെ ആഹാരം കിട്ടും. മാത്രവുമല്ല മിതമായിട്ടുള്ള നിരക്കുമാണ്. നിപ്പീസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വെയിട്രസുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇവർ ഓർഡർ കിട്ടിയ ഉടൻ തന്നെ വളരെ വേഗത്തിൽ ഭക്ഷണം മേശപ്പുറത്ത് എത്തിക്കും. ആ കാര്യത്തിൽ നഗരമെങ്ങും നിപ്പീസ് പ്രശസ്തരായിരുന്നു. സമയം കളയാതെ അവൾ റെസ്റ്റോറൻറ്റിലെത്തി. ഒരു ടേബിളിന് പിന്നിലെ അരണ്ട വെളിച്ചത്തിൽ ഇരുന്നു. അതിനുശേഷം ഒരു ഗ്ലാസ് വൈറ്റ് വൈനും ബ്രെഡും ബീട്രൂട്ടും ഓർഡർ കൊടുത്തു. ആ സമയത്തും റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ട്. വളരെ വലിയ ഡൈനിങ് ഹാളിൽ ഇരുന്ന് നിരവധി ആളുകൾ ആഹാരം കഴിക്കുന്നു. ഇവിടം വരെ എവ്ലിനെ കണ്ടതിന് ദൃക്സാക്ഷികളുണ്ട്. അതിനുശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. ആ റെസ്റ്റോറൻറ്റിൽ നിന്നും എവ്ലിൻ പുറത്തേക്ക് പോയത് എപ്പോഴാണെന്നും ആർക്കും അറിയില്ല. പക്ഷേ ഒന്നറിയാം, അന്ന് രാത്രി അവൾ 3 ആർട്സ് ക്ലബ്ബിൽ ബുക്ക് ചെയ്ത തൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്നില്ല. അടുത്ത ദിവസം ഗ്രിംസ്ബിയിലെ പുതിയ ജോലി സ്ഥലത്ത് എത്തിയുമില്ല. പിറ്റേ ദിവസം ഫെബ്രുവരി 9 രാവിലെ 8:40
വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട നഗരത്തിൽ സിമന്റ് കൊണ്ട് നിർമ്മിച്ച ധാരാളം സുരക്ഷാ താവളങ്ങൾ ഗവൺമെന്റ് റോഡിന്റെ അരികിലും മൈതാനങ്ങളിലും പണി കഴിപ്പിച്ചിരുന്നു. സിമന്റ് ബങ്കറുകൾ എന്ന് പറയാം. ബോംബർ വിമാനങ്ങൾ വരുന്നുണ്ട് എന്ന അപായ സൂചന നൽകുന്ന സൈറൻ ഉയർന്നാൽ ആ സമയം തെരുവിലുള്ള ജനങ്ങൾ ഇത്തരം സുരക്ഷാ താവളത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കണം. അതാണ് നിയമം. അങ്ങനെ ചെയ്താൽ ജീവൻ രക്ഷിക്കാം. അന്ന് രാവിലെ മൊണ്ടാഗു പ്ലേസ് എന്ന സ്ഥലത്ത് പണി കഴിപ്പിച്ച ഇത്തരം സിമന്റ് ബോംബ് ഷെൽട്ടറുകളുടെ മുമ്പിലൂടെ ഇലക്ട്രീഷ്യന്മാരായിട്ടുള്ള ഹാരോൾഡ് ബാച്ചിലറും അയാളുടെ അസിസ്റ്റന്റായ വില്യമും ജോലിക്ക് പോവുകയായിരുന്നു. അവരങ്ങനെ കടന്നു പോകുമ്പോൾ ജർമ്മൻ ബോംബർ ആക്രമണത്തിൽ ഭാഗികമായിട്ട് തകർന്ന ഒരു ഷെൽട്ടറിന്റെ മുൻപിലെത്തി. അവിടെ വെച്ച് ഞെട്ടിക്കുന്നൊരു കാഴ്ച അവർ കണ്ടു. ഒരു സ്ത്രീയുടെ പാദങ്ങൾ ഒരു ഷെൽട്ടറിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. നടുക്കം മാറാതെ അവർ അവിടെ നിന്നും വേഗത്തിലോടി. ആ ഓട്ടത്തിനിടയിൽ പോലീസ് കോൺസ്റ്റബിൾ ജോൺ മൈൽസിനെ കണ്ടുമുട്ടി. അയാൾ സമീപത്ത് തന്നെ റോഡ് ചുറ്റുന്നുണ്ടായിരുന്നു. ഇലക്ട്രീഷ്യന്മാർ തങ്ങൾ കണ്ട കാഴ്ച അയാളെ അറിയിച്ചു. രാവിലെ 8:55 സീനിയർ ഓഫീസർമാർ ആ പ്രദേശം ബാരിക്കേഡ് ചെയ്തു. ക്രൈം സ്പോട്ടിലേക്ക് ആദ്യം എത്തിയത് ഡിവിഷണൽ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ലിയോണാർഡ് ക്ലെയർ, പോലീസ് ഫോട്ടോഗ്രാഫറും അതോടൊപ്പം സർജന്റുമായിട്ടുള്ള പെർസി ലോ, ഡിവിഷണൽ പോലീസ് സർജനായ ഡോക്ടർ അലക്സാണ്ടർ ബാൽഡി എന്നിവരാണ്. ഒരു സ്ത്രീയുടെ ചേതനയേറ്റ ശരീരം ഷെൽട്ടറിന്റെ ഉള്ളിൽ കിടക്കുന്നു. അവളുടെ ലൈറ്റ് ബ്രൗൺ നിറമുള്ള ഒട്ടക രോമക്കൂട്ട് തുറന്നിട്ട നിലയിലായിരുന്നു. അവളുടെ മുഖം മറയ്ക്കുവാനായിട്ട് സ്കാർഫ് മുകളിലേക്ക് വലിച്ചു വെച്ചിരുന്നു. തുടകളുടെ മുകളിലേക്ക് പാവാട ഉയർത്തി വെച്ചിരുന്നു. തവിട്ട് നിറത്തിലുള്ള സ്റ്റോക്കിങ്സ് വ്യക്തമായിട്ടും കാണാം. കാലുകൾ വിചിത്രമായിട്ടുള്ള കോണുകളിൽ അകത്തി വെച്ചിരുന്നു. വലതു മാറിടം പൂർണ്ണമായിട്ടും കാണാവുന്ന വിധത്തിലാണ് ജഡം കിടന്നത്. ശരീരം മാസകലം മുറിവുകളുണ്ട്. അലക്സാണ്ടർ ബാൽഡി ജഡത്തിന്റെ കഴുത്ത് പരിശോധിച്ചു. അവളുടെ പുരികത്തിലും താടിയിലും മുറിവുകളും തൊണ്ടയ്ക്ക് ചുറ്റും നിറവ്യത്യാസവും കണ്ടെത്തി. ഈ എല്ലാ അടയാളങ്ങളും സൂചിപ്പിക്കുന്നത് അവൾ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട മണിക്കൂറുകളായെന്നാണ്. ഏകദേശം രാവിലെയോടെ അവൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നും കൊല്ലപ്പെടും മുൻപായിട്ട് തന്റെ കൊലയാളിയുമായിട്ട് അവൾ മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ടെന്നും ബാൽഡി ഇൻസ്പെക്ടർ ക്ലെയറിനോട് പറഞ്ഞു. പ്രഥമ ദൃഷ്ടിയിൽ ക്രൈം സീനിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതും അതാണ്. ജഡത്തിന്റെ സമീപത്തായിട്ട് നിലത്ത് ഒരു തീപ്പെട്ടിയും ഓവൽ ടൈം പിൽസിന്റെ ഒരു ചെറിയ ടിന്നും കാണപ്പെട്ടു. കൊക്കോ, മാൾട്ട്, ഷുഗർ എന്നിവയടങ്ങുന്ന ഒന്നാണ് ഓവൽ ടൈം. ഇതല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ കണ്ടില്ല. സ്ത്രീയുടെ ഹാൻഡ് ബാഗും അവിടെ എവിടെയും കാണുവാനില്ലായിരുന്നു. ഇത് പോലീസിന് വലിയൊരു തലവേദനയാണ് നൽകിയത്. ആരാണ് കൊല്ലപ്പെട്ട സ്ത്രീ എന്ന് തിരിച്ചറിയുവാനുള്ള യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് പേരില്ലാത്ത ഇരയെന്ന് അവർ രേഖപ്പെടുത്തി. തൊട്ടു പിന്നാലെ സ്കോട്ട്ലൻഡ് യാർഡിലെ ഫിംഗർ പ്രിന്റ് വിദഗ്ധനും ഡിറ്റക്റ്റീവ് ചീഫ് സൂപ്രണ്ടുമായ ഫ്രെഡറിക് ചെറിൽ അവിടേക്ക് എത്തി. ഇരയുടെ കഴുത്തിലെ മുറിവുകളിൽ നിന്നും കൊലപാതകി ഇടത് കയ്യനാണെന്ന് മനസ്സിലായി. ജഡത്തിന്റെ ഫോട്ടോകൾ എടുത്ത ശേഷം മൃതദേഹം പാഡിംഗ്ടൺ മോർച്ചറിയിലേക്ക് മാറ്റി. അവിടെ അത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചു. പ്രാഥമിക നിരീക്ഷണത്തിൽ ഈ സ്ത്രീ ക്രൂരമായ മാനഭംഗത്തിന്റെ ഇരയാണെന്ന് അവർ വിചാരിച്ചു. കൊലയാളിയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന തങ്ങൾക്ക് കിട്ടുമെന്നാണ് പോലീസ് വിചാരിച്ചത്. ആ അന്വേഷണത്തിന്റെ ആദ്യ പടിയായിട്ട് അവർക്ക് കിട്ടേണ്ട ഉത്തരം ഇതാണ്: കൊല്ലപ്പെട്ട സ്ത്രീ ആരാണ്? അവളുടെ ഐഡന്റിറ്റി കണ്ടെത്തുവാനായിട്ട് ഉദ്യോഗസ്ഥർ ലോക്കൽ ഏരിയയിലെ വീടുകളിൽ പോയിട്ട് അന്വേഷണം ആരംഭിച്ചു. തലേ ദിവസം രാത്രിയിൽ ആരെങ്കിലും എന്തെങ്കിലും കാണുകയോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള ശബ്ദം കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് വീടാന്തരം കയറി ഇറങ്ങി അന്വേഷിച്ചു. അവളുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടി ഈ സ്ത്രീയെ അറിയുമോ എന്നും ചോദിച്ചു. ഈ അന്വേഷണത്തിൽ രാത്രിയിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആരും തന്നെ അസ്വാഭാവികമായിട്ടൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അറിയുവാനായിട്ട് കഴിഞ്ഞു. ഇതിനിടെ സമീപത്തുള്ള വിൻഹാം സ്ട്രീറ്റിൽ നിന്നും ഒരു കറുത്ത ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ച നിലയിൽ പോലീസിന് കിട്ടി. പക്ഷെ അതിൽ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് ഡോക്ടർ ബെർണാർഡ് സ്പിൽബറി ജഡത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അതിന്റെ റിസൾട്ട് അവർ ഇത്രയും നേരം വിചാരിച്ചതിന് നേർ വിപരീതമായിരുന്നു. കാരണം ആ സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായിരുന്നില്ല. കൊലയാളി വിലപിടിപ്പുള്ള ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല. അങ്ങനെ പറയുവാനുള്ള കാരണം വിലയേറിയ ഒരു സ്വർണ്ണ വാച്ച് അവളുടെ കൈത്തണ്ടയിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അവളെ കൊലപ്പെടുത്തിയത്? അതിനു പിന്നിൽ എന്തെങ്കിലും പ്രതികാരമായിരിക്കുമോ? ആരാണ് അജ്ഞാതയായ ഈ സ്ത്രീ? പോലീസിന് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് അടുത്ത ദിവസം പത്രങ്ങളിൽ അവർ ഒരു പരസ്യം നൽകി. ഇടത്തരം ശരീരമുള്ള ഇരുണ്ട തവിട്ട് നിറമുള്ള മുടിയും ഓവൽ മുഖവും നേർത്ത മൂക്കും കനത്ത പുരികവും നിരയൊത്ത പല്ലുകളുമുള്ള 5.3 ഉയരം വരുന്ന 35 വയസ്സ് പ്രായം വരുന്നൊരു സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇതായിരുന്നു ആ വാർത്ത. പോലീസിന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയ ബാഗിൽ നിന്നും ആ സ്ത്രീയുടെ വിരലടയാളം എടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ആ ബാഗിൻ്റെ ഉടമ അവളാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിലെ സകല വസ്തുക്കളും കാണുവാനുമില്ല. ന്യായമായിട്ടും കൊലയാളി ആയിരിക്കും അത് എടുത്തു മാറ്റിയത് എന്ന് അനുമാനിക്കാം. അന്വേഷണം അവിടെ വെച്ച് നിലച്ചു. മുൻപോട്ടേക്ക് പോകുവാനായിട്ട് യാതൊരു തെളിവുമില്ല. എന്നാൽ അതിൻ്റെ പിറ്റേന്ന് രാവിലെ ഈ കേസിലൊരു വഴിത്തിരിവുണ്ടായി. വീടുകൾ തോറും കയറി ഇറങ്ങി അന്വേഷിച്ച പോലീസ് ഓഫീസർമാർക്കാണ് ആ ലീഡ് കിട്ടിയത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ജോൺ ഫ്രഷ്നെ 3 Arts ക്ലബ്ബ് ഹോട്ടലിൽ എത്തി. മാനേജർ കാതറിൻ ജോൺസണോട് കാര്യങ്ങൾ പറഞ്ഞു. ഇരയുടെ ഫോട്ടോയും കാണിച്ചു.
പെട്ടെന്ന് അവർക്ക് ആളെ മനസ്സിലായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്ന് മുറിയെടുത്ത സ്ത്രീയാണിത്. വേഗം തന്നെ രജിസ്റ്റർ പരിശോധിച്ച് അജ്ഞാതയായിട്ടുള്ള ആ സ്ത്രീയുടെ പേര് കണ്ടുപിടിച്ചു. എവ്ലിൻ ഹാമിൽട്ടൺ. ഞായറാഴ്ച രാത്രിയിൽ ലിയോൺ റെസ്റ്റോറൻറ്റിലേക്ക് ആഹാരം കഴിക്കുവാൻ പോകുമ്പോഴാണ് അവളെ അവസാനമായിട്ട് താൻ കണ്ടത് എന്ന് കാതറിൻ പറഞ്ഞു. പോലീസ് നേരെ ലിയോൺസ് റെസ്റ്റോറൻറ്റിലേക്ക് പാഞ്ഞു. അവിടെയുള്ള ബെറ്റി എന്ന വെയിട്രസ് എവ്ലിൻ റെസ്റ്റോറൻറ്റിൽ വരുന്നത് താൻ കണ്ടുവെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഐഡന്റിറ്റി തെളിഞ്ഞിരിക്കുന്നു. അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം അങ്ങനെ പൂർത്തിയായി. പോലീസ് വേഗം എവ്ലിന്റെ സഹോദരി കാതലീനുമായിട്ട് ബന്ധപ്പെട്ടു. അവൾ വന്ന് ബോഡിയും തിരിച്ചറിഞ്ഞു. ആഹാരം കഴിച്ച ശേഷം ഹോട്ടലിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു കൊലയാളി അവളെ ആക്രമിച്ചത്. ജന്മദിനത്തിൽ തന്നെ മരിക്കുവാനായിരുന്നു എവ്ലിന്റെ വിധി. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം ഇതാണ്: കൊലയാളി ആരാണ്? എന്നാൽ അതൊരു സമസ്യയായിട്ട് അവശേഷിച്ചു. 1942 ഫെബ്രുവരി 10 എവ്ലിൻ ഹാമിൽട്ടൺ കൊല്ലപ്പെട്ട 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്തും കൊലയാളിയെ തെരഞ്ഞ് പോലീസ് അലയുകയാണ്. അന്ന് മൊണ്ടാഗു പ്ലേസിന് ചുറ്റുമുള്ള വീടുകളിൽ സെൻട്രൽ ലണ്ടൻ ഇലക്ട്രിക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2 ജോലിക്കാർ മീറ്റർ റീഡിംഗ് എടുക്കുവാനായിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങുകയായിരുന്നു. അവരുടെ പേരുകൾ ഇതാണ്: ചാൾസ് ഫ്ലെമിംഗ്, ജോർജ് കാർട്ടർ. മൊണ്ടാഗു പ്ലേസിൽ നിന്നും 2 മൈൽ അകലെയുള്ള സോഹോ എന്ന സ്ഥലത്തുള്ള 153 വാർഡോ സ്ട്രീറ്റിൽ രാവിലെ 8 മണിയോടെ അവർ എത്തിച്ചേർന്നു. ഒരു വീടിന്റെ മുൻ വാതിലിൽ മുട്ടി. ഐവി പൂൾ എന്നു പേരുള്ള ഒരാളാണ് വാതിൽ തുറന്നത്. മീറ്റർ റീഡിംഗ് നോക്കുവാനായിട്ട് 2 ഇലക്ട്രീഷ്യന്മാരെയും ഇടനാഴിയിലേക്ക് ഐവി വിളിച്ചുകൊണ്ടുപോയി. കാരണം വർഷങ്ങളായിട്ട് ഐവിയാണ് ആ കെട്ടിട സമുച്ചയത്തിലെ എല്ലാ വീടുകളും മീറ്റർ റീഡിംഗ് എടുക്കുവാനായിട്ട് വരുന്നവരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അടുത്തടുത്തുള്ള ചെറിയ ചെറിയ മുറികൾ ആ കെട്ടിടത്തിൽ നിരവധിയുണ്ട്. അങ്ങനെയുള്ള എല്ലാ മുറിയുടെ മുൻപിലും ഒരു മീറ്റർ ഉണ്ടായിരിക്കും. റീഡിംഗ് എടുത്ത ശേഷം എല്ലാ അപ്പാർട്ട്മെന്റിലും മുട്ടി വിളിച്ച് കയ്യോടെ പണം വാങ്ങും. അതാണ് അക്കാലത്തെ രീതി. അങ്ങനെ ഓരോ അപ്പാർട്ട്മെന്റുകളിലും മുട്ടി വിളിച്ച് റീഡിംഗ് പ്രകാരമുള്ള പണവും വാങ്ങിയവർ എവ്ലിൻ വോട്ട്ലെ എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ വാതിലിന് മുൻപിലെത്തി. അവർ വാതിലിൽ മുട്ടി. പക്ഷേ മറുപടി കിട്ടിയില്ല. എന്നാൽ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയിരുന്നില്ല. അല്പം മാത്രം തുറന്നു കിടപ്പുമുണ്ട്. എവ്ലിൻ ഇത്ര നേരത്തെ ഉണരുമെന്ന് ഐവി ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ രാത്രിയിൽ എവ്ലിൻ വോട്ട്ലെയുടെ മുറിയിൽ നിന്നും നല്ല ഉച്ചത്തിൽ റേഡിയോയുടെ ശബ്ദം കേട്ടിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അല്പം വൈകിയാണ് അവൾ ഉറക്കം ഉണരാറ്. റേഡിയോ ഉച്ചത്തിൽ വെച്ചാൽ അതിൻ്റെ ശബ്ദം അപ്പുറത്തെ മുറികളിൽ എത്തുന്നത് സാധാരണമാണ്. കാരണം ഇത്തരം അപ്പാർട്ട്മെന്റുകൾ വേർതിരിക്കുന്നത് തീരെ കനം കുറഞ്ഞ ഭിത്തികൾ കൊണ്ടാണ്. എവ്ലിൻ വോട്ട്ലേക്ക് ഒരു ശീലമുണ്ടായിരുന്നു. അവൾ അവിടെയുള്ള ബാറുകളിലാണ് ജോലി ചെയ്യുന്നത്. ജോലിക്ക് ശേഷം പലപ്പോഴും തൻ്റെ കസ്റ്റമറായിട്ടുള്ള ചില പുരുഷന്മാരെയും കൂട്ടിയാണ് എവ്ലിൻ വീട്ടിലെത്താറ്. അതിനുശേഷം റേഡിയോയുടെ വോളിയം കൂട്ടിവെക്കും. ഇക്കാര്യം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നെന്തോ പന്തികേടും അകാരണമായിട്ടുള്ളൊരു ഭയവും ഐവിക്ക് തോന്നി. വാതിൽ തുറന്നു കിടക്കുന്നു. എത്ര വിളിച്ചിട്ടും അവൾ പുറത്തേക്ക് വരുന്നുമില്ല. ആ വീട്ടിലേക്ക് കടന്ന് കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കുവാനായിട്ട് അയാൾക്കൊരു ഉൾവിളി ഉണ്ടായി. തന്നോടൊപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് വരുവാനായിട്ട് കൂടെയുള്ള ഇലക്ട്രീഷ്യന്മാരോട് ഐവി ആവശ്യപ്പെട്ടു. അങ്ങനെ 3 പേരും മെല്ലെ അകത്തേക്ക് കാലെടുത്ത് വെച്ചു. ഹാളിൽ നിന്നും കിടപ്പുമുറിയിലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. മൂവരും ഒരു നടുക്കത്തോടെ പിന്നോട്ട് മാറി. അവർക്ക് ശ്വാസം നിലയ്ക്കും പോലെ തോന്നി. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. അവർ ആ വീടിന് പുറത്തേക്കും പിന്നെ അവിടെ നിന്നും തെരുവിലേക്ക് മൂടിയിറങ്ങി. തെരുവിൽ വെച്ച് പെട്രോളിംഗ് ഓഫീസറായിട്ടുള്ള ഇൻസ്പെക്ടർ ജോൺ ഹെന്നസിയെ കണ്ടുമുട്ടി. വിറച്ചുകൊണ്ട് തങ്ങൾ കണ്ട കാര്യങ്ങൾ അവർ അയാളോട് പറഞ്ഞു. ആ സമയത്ത് ജോൺ ഹെന്നസിയുടെ കൂടെ ചാൾസ് ഫ്ലെമിംഗ് എന്ന ഓഫീസറും ഉണ്ടായിരുന്നു. 153 വാർഡോ സ്ട്രീറ്റിൽ അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം നടന്നുവെന്ന ഇൻഫർമേഷൻ അടുത്തുള്ള സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് അദ്ദേഹം ചാൾസിനെ വേഗത്തിൽ പറഞ്ഞയച്ചു. അതിനുശേഷം ജോൺ ഹെന്നസി നേരെ അപ്പാർട്ട്മെന്റിലേക്ക് വരികയും അവിടെ കാവൽ നിൽക്കുകയും ചെയ്തു. ആരെയും ഉള്ളിൽ കയറ്റിയില്ല. തൊട്ടു പിന്നാലെ പോലീസ് ടീം ക്രൈം സീനിലെത്തി. അലക്സാണ്ടർ ബാൾഡി കോണോട് കോണായിട്ട് ബെഡിൽ കിടക്കുന്ന ജഡം വളരെ വിശദമായിട്ട് പരിശോധിച്ചു. എവ്ലിൻ മരിച്ചിട്ട് കുറഞ്ഞത് 3-4 മണിക്കൂറുകൾ ആയിട്ടുണ്ടാകുമെന്ന അനുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അയാൾ ഇരയുടെ ശരീരത്തിന്റെ ഊഷ്മാവ് എടുത്ത് അത് വെച്ച് കണക്ക് കൂട്ടിയാണ് ഈ നിഗമനത്തിലെത്തിയത്. വളരെ മൃഗീയമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു അത്. ആ മുറി ഒരു കശാപ്പ് ശാല പോലെ കാണപ്പെട്ടു. ഒരു ഇടംകയ്യനാണ് ഇതിന് പിന്നിലുമുള്ളത്. കിടക്കയിൽ ഉടനീളം രക്തം പടർന്നിരുന്നു. അതിശക്തമായിട്ട് നെഞ്ചത്തും മുഖത്തും മർദ്ദിച്ച് ബോധം കെടുത്തിയ ശേഷം ഒരു റേസർ ഉപയോഗിച്ച് എവ്ലിന്റെ തൊണ്ട മുറിച്ചിരുന്നു. അവളുടെ തല കട്ടിലിന്റെ വിളിമ്പിൽ നിന്നും താഴോട്ടും മറിഞ്ഞു തൂങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത്. മൃതശരീരത്തിന് വലതുവശത്തായിട്ട് കൃത്യത്തിന് ഉപയോഗിച്ച രക്തക്കറയുള്ള ഒരു സേഫ്റ്റി റേസറും ഒരു ജോഡി രക്തത്തിൽ കുതിർന്ന ഹെയർ പിന്നുകളും കിടപ്പുണ്ടായിരുന്നു. അതുപോലെ രക്തത്തിൽ കുളിച്ച ഒരു ടിൻ ഓപ്പണർ അവളുടെ കാലുകൾക്കിടയിൽ കിടപ്പുണ്ട്. എന്നാൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം മറ്റൊന്നായിരുന്നു. ഒരു ചെറിയ ഫ്ലാഷ് ലൈറ്റ് അവളുടെ സെക്ഷൽ ഓർഗനിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാഴ്ചയായിരുന്നു അത്. അവളുടെ വയറും തുടകളും കൊലയാളി റേസർ ഉപയോഗിച്ച് കീറി മുറിച്ചിരുന്നു. ആന്തരിക അവയവങ്ങൾ പുറത്ത് കാണാമായിരുന്നു. 5 അടിയോളം വ്യാസത്തിൽ മുറിയുടെ തറയിലാകെ തളം കെട്ടിക്കിടക്കുന്ന ആ ചോര കാഴ്ച ആരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. എവ്ലിൻ ഹാമിൽട്ടനെ കൊലപ്പെടുത്തിയ അതേ കൊലയാളി തന്നെയായിരിക്കും ഇതിന് പിന്നിലെന്ന് അവർക്കൊരു തോന്നലുണ്ടായി.
ഇത്തവണ കൃത്യം നടന്നിരിക്കുന്നത് ഒരു വീടിന്റെ ഉള്ളിൽ വെച്ചാണ്. അതുകൊണ്ട് കൊലയാളി എന്തെങ്കിലും തെളിവുകൾ അവശേഷിപ്പിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. അത് കണ്ടെത്തുവാനായിട്ട് ഉച്ച കഴിഞ്ഞ് 12:30 ഡിറ്റക്റ്റീവ് ചെറിൽ അവിടേക്ക് എത്തുകയാണ്. എവ്ലിൻ ഹാമിൽട്ടന്റെയും എവ്ലിൻ ഓട്ട്ലെയുടെയും കൊലപാതകത്തിന് പരസ്പരം ബന്ധമുണ്ടെന്ന് അത്ര ഉറപ്പില്ലെങ്കിലും ഒരു പ്രാഥമിക സിദ്ധാന്തം അവർ തയ്യാറാക്കുവാനായിട്ട് തുടങ്ങി. 2 കൊലയ്ക്ക് പിന്നിലും ഒരു ഇടംകൈയന്റെ സാന്നിധ്യമുണ്ട്. വീടിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധനയിൽ എവ്ലിന്റെ വസ്ത്രങ്ങൾ കട്ടിലിന്റെ വശത്തായിട്ട് ഒരു കസേരയിൽ തൂക്കിയിട്ടിരിക്കുന്നത് അവർ തെളിവായിട്ട് ശേഖരിച്ചു. അവളുടെ വാർഡ്രോബ് തുറന്നാണ് കിടന്നത്. അതിലുള്ള വസ്തുക്കളും വസ്ത്രങ്ങളും പോലീസ് ശേഖരിച്ചു. സോഫയിൽ അവളുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിലെ ഉള്ളടക്കം എന്തായാലും അത് കൊലയാളി എടുത്തുവെന്ന് ഉറപ്പാണ്. എവ്ലിന്റെ ബാഗിലും പേഴ്സിലും യാതൊരു പണവും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ക്രൈമിൽ കവർച്ചയുടെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിലും ഇത്തവണ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഇവിടെ ഒരു കവർച്ച നടന്നിരിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ കില്ലർ എവ്ലിന്റെ ബാങ്ക് ബുക്കുകളും റേഷൻ കൂപ്പണുകളും എടുത്തിരുന്നില്ല. ഡിറ്റക്റ്റീവ് സൂപ്രണ്ട് ചെറിലിനു തൊട്ടു പിന്നാലെ ഡോക്ടർ ബർണാഡ് സ്പിൽബറിയും സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. എവ്ലിന്റെ കഴുത്തിലെ മുറിവുകൾ അദ്ദേഹം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. അപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. റേസർ കൊണ്ട് തൊണ്ട മുറിക്ക് മുൻപ് കൊലയാളി അവളെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയിരുന്നു. അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ കണ്ടെത്തിയ നിരവധി മുറിവുകൾ മരണശേഷം ടിൻ ഓപ്പണർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ ഇത്തവണ ഒരു ചെറിയ കൈക്കണ്ണാടിയിൽ നിന്നും ഒരു കൂട്ടം ഫിംഗർ പ്രിന്റുകൾ എടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ടിൻ ഓപ്പണറുടെ ഹാൻഡിലിൽ കൊലയാളിയുടെ രക്തം പുരണ്ട ധാരാളം വിരലടയാളങ്ങളും ഉണ്ടായിരുന്നു. ദീർഘദൃഷ്ടിയുള്ള ഡിറ്റക്റ്റീവ് ചെറിലാകട്ടെ ഈ വിരലടയാളങ്ങളെല്ലാം ശേഖരിച്ച് സ്കോട്ട്ലൻഡ് യാർഡിന് അയച്ചു കൊടുത്തു. അവരുടെ ലിസ്റ്റിലുള്ള കുറ്റവാളികളുടെ വിരലടയാളങ്ങളുമായിട്ട് ഒത്തുനോക്കുവാനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. അക്കാലത്ത് 50,000 കുറ്റവാളികളുടെ വിരലടയാളങ്ങൾ സ്കോട്ട്ലൻഡ് യാർഡിന്റെ കൈവശമുണ്ട്. ഏതെങ്കിലും ഒന്ന് മറ്റിത് മാച്ചാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഫെബ്രുവരി 11 എവ്ലിന്റെ ഭർത്താവ് ഹാരി തന്റെ ഭാര്യയുടെ ജഡം തിരിച്ചറിയുവാനായിട്ട് ആശുപത്രിയിലെത്തി. അയാൾ ജഡം ഐഡന്റിഫൈ ചെയ്തു. ഇത്രയും ദിവസം വരെ എവ്ലിൻ ഹാമിൽട്ടണിന്റെയും എവ്ലിൻ ഓട്ട്ലെയുടെയും കൊലപാതക കേസിൽ മാധ്യമങ്ങൾ അധികമൊന്നും ഇടപെട്ടില്ല. കാരണം അവർക്ക് അക്കാലത്ത് കൈകാര്യം ചെയ്യുവാനായിട്ട് നിരവധി വാർത്തകൾ വേറെയുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ ആണ്. വാർത്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. എന്നാൽ വൈകാതെ മാധ്യമങ്ങൾ ഒരു കാര്യം മണത്തറിഞ്ഞു. പോലീസ് നിലവിലും ഈ കേസിന്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് ഇതങ്ങനെ തള്ളിക്കളയേണ്ട ഒന്നല്ല എന്ന് അവർ വിചാരിച്ചു. അതോടെ മാധ്യമങ്ങൾ അതിലൊരു വാർത്താ പ്രാധാന്യവും കണ്ടെത്തി. തുടർന്ന് പോലീസ് പോലും ചിന്തിക്കാത്ത ചില വാർത്തകൾ അവർ അച്ചടിച്ചു. അതിങ്ങനെയായിരുന്നു. ഒന്നാമതായിട്ട് അവർ അയാൾക്കൊരു പേരിട്ടു, ദി ബ്ലാക്ക് ഔട്ട് റിപ്പർ. ബ്ലാക്ക് ഔട്ട് കാലഘട്ടത്തിൽ ഇരുളിന്റെ മറവ് പറ്റി ഇരകളെ തേടി അലയുന്ന ആ കൊലയാളിക്ക് അതിലും യോജിച്ച പേര് വേറെയില്ല. ഈ കൊലയാളി ഒരു സെക്സ് മാനിയാക്കാണെന്നും ഇരകളുടെ ശരീരത്തിൽ കാണപ്പെട്ട മുറിവുകൾ അതാണ് തെളിയിക്കുന്നത് എന്നും അവർ എഴുതി. അതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യവുമാണ്. അതോടൊപ്പം സോഹോ നഗരത്തിലെ തെരുവുകളിൽ പുരുഷന്മാരെ തേടിയിറങ്ങുന്ന സ്ത്രീകൾക്കിടയിൽ വലിയൊരു ഭയം വ്യാപരിച്ചു. രാത്രിയിൽ അടുത്ത ഇരയെ തേടി വേട്ടയ്ക്കിറങ്ങുന്ന ഒരു കൊലയാളിയുടെ കഥകൾ എല്ലായിടത്തും പ്രചരിച്ചു. ഇതിനിടയിൽ പോലീസ് സംശയിച്ചത് ഒരു ഫ്രഞ്ച് കനേഡിയനെ ആയിരുന്നു. കാരണം കൊല നടന്ന അന്ന് രാത്രിയിൽ ഒരു കനേഡിയൻ പട്ടാളക്കാരനുമായിട്ട് എവ്ലിൻ കൊഞ്ചിക്കുഴയുന്നത് ഒരാൾ കണ്ടിരുന്നു. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങനെ ഒരാളെ തെരഞ്ഞത്. ഒടുവിൽ പോലീസ് അയാളെ പിടികൂടി. പക്ഷെ അന്ന് രാത്രി 11:30 എവ്ലിൻ കൊലയാളിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഐവി നേരിൽ കണ്ടിരുന്നു. പോലീസ് ഇപ്പോൾ പിടികൂടിയ ആളെ തിരിച്ചറിയുവാനായിട്ട് ഐവിയെ അവർ വിളിപ്പിച്ചു. പക്ഷെ അയാളെ കണ്ടതും ഐവി ഉറപ്പിച്ചു പറഞ്ഞു, താനെന്ന് കണ്ട കൊലയാളി ഇയാളെ അല്ല. അവൻ കണ്ണട ധരിച്ച ഉയരമുള്ള നല്ല കരുത്തനായിട്ടുള്ള ഒരാളാണ്. മാത്രവുമല്ല എവ്ലിന്റെ 2 കൂട്ടുകാരികളും കില്ലറെ കണ്ടിരുന്നു. അവർ 3 പേരും ഒരുമിച്ചിരിക്കുമ്പോഴായിരുന്നു അയാൾ അവരെ സമീപിച്ചത്. ക്ലീൻ ഷേവ് ചെയ്ത ബ്രൗൺ മുടിയുള്ള 5.8 ഇഞ്ച് ഉയരം വരുന്ന സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ. എന്താണ് കാര്യമെന്ന് ഇവർ അയാളോട് ചോദിച്ചു. അപ്പോൾ സുന്ദരികളെ എനിക്കിഷ്ടമാണെന്ന് അയാൾ പറഞ്ഞു. അതിനുശേഷം എവ്ലിനെയും കൂട്ടിക്കൊണ്ട് അയാൾ പോയി. ആ 2 കൂട്ടുകാരികളും ഒന്നുപോലെ പറഞ്ഞത് പോലീസ് ഇപ്പോൾ പിടികൂടിയ ആളല്ല കൊലയാളിയെന്നാണ്. ചുരുക്കത്തിൽ എല്ലാ ലീഡുകളും ഇവിടെ വെച്ച് അടയുകയാണ്. ഇനി അവർക്ക് ആകെയുള്ള ആശ്രയം ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് മാത്രമാണ്. വൈകാതെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. കാരണം സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിന് കൊലയാളികളുടെ പ്രിന്റുകളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒന്ന് അവരുടെ ഡാറ്റാബേസിൽ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. നിലവിൽ ഒരു സൂചന മാത്രമാണ് അവർക്കുള്ളൂ. കൊലയാളി ഒരു ഇടത് കയ്യനാണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുവാനാണ്? അതോടെ കൊല്ലപ്പെട്ട 2 സ്ത്രീകളുടെയും പശ്ചാത്തലങ്ങൾ അവർ പരിശോധിച്ചു. അതുവഴി കൊലയാളിയിലേക്ക് നയിക്കാവുന്ന എന്തെങ്കിലും സൂചനകൾ കിട്ടുമെന്ന് വിചാരിച്ചെങ്കിലും അതും പരാജയമായിരുന്നു. അവസാനം ഈ കേസ് അന്വേഷിക്കുവാനായിട്ട് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിലെ മിടുക്കനായ ഡിറ്റക്റ്റീവ് പോലീസ് ഇൻസ്പെക്ടർ എഡ്വേർഡ് ഗ്രീനോയെ അവർ നിയമിച്ചു. അന്ന് രാത്രിയിൽ കൊലയാളി വീണ്ടും സോഹോയിലെ തെരുവുകളിൽ 3ാമത്തെ ഇരയെയും തിരഞ്ഞിറങ്ങി. ഇരുട്ട് നിറഞ്ഞതും തണുത്തു മരവിച്ചതുമായ തെരുവിലൂടെ അവൻ വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളെയും തേടി നടന്നു. അവസാനം കാതറിൻ മുൾക്കാഹി എന്ന യുവതിയെ നോട്ടമിട്ടു. ഈ പേര് നിങ്ങൾ ഓർത്തു വയ്ക്കണം. കഥയുടെ അവസാനം കാതറിൻ മുൾക്കാഹി വീണ്ടും വരും. 25 വയസ്സുള്ള വിവാഹിതയും ചെമ്പൻ മുടിയുമുള്ള അവൾ തനിക്ക് പണം ആവശ്യമുള്ളപ്പോഴെല്ലാം തെരുവിൽ ഇറങ്ങിയിരുന്നു.
ചില സമയങ്ങളിൽ അവൾ പരിചയമുള്ള പുരുഷന്മാരെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ തന്നെ സമീപിക്കുന്ന ക്ലയൻറ്റുകൾ പുതിയ ആൾക്കാരോ അതുപോലെ കുഴപ്പക്കാരോ ആണെന്ന് തോന്നിയാൽ തൻ്റെ അഡ്രസ്സ് അവർക്ക് കിട്ടാതിരിക്കുവാനായിട്ട് അവൾ മറ്റൊരു മാർഗം സ്വീകരിച്ചിരുന്നു. മാർബിൾ ആർച്ച് എന്ന ആ കെട്ടിട സമുച്ചയത്തിൽ കാതറിൻ വാടകയ്ക്ക് വേറൊരു മുറി എടുത്തിരുന്നു. കുഴപ്പക്കാരെ അവർ തൻ്റെ രണ്ടാമത്തെ മുറിയിലേക്കാണ് കൊണ്ടുപോകാറ്. മാത്രവുമല്ല, തൻ്റെ യഥാർത്ഥ പേര് അവരോട് പറയാറുമില്ല. സമീപകാലത്തായിട്ട് സ്ത്രീകളെ ഉന്നം വെച്ചൊരു കൊലയാളി ഈ പരിസരത്ത് അലഞ്ഞു നടക്കുന്ന കാര്യം അവളും കേട്ടിരുന്നു. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെയാണ് അവളും നടന്നത്. കാതറിനെ സമീപിച്ച കൊലയാളി തൻ്റെ ഉദ്ദേശം പറഞ്ഞു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു നോട്ടുകെട്ട് വലിച്ചെടുത്തു. അതിൽ നിന്നും 2 പൗണ്ട് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. തൻ്റെ രണ്ടാമത്തെ താവളമായ മാർബിൾ ആർച്ച് അപ്പാർട്ട്മെന്റിലേക്ക് കാതറിൻ ഒരു ടാക്സി വിളിച്ചു. വൈകാതെ അവർ അപ്പാർട്ട്മെന്റിലും പിന്നെ കാതറിന്റെ മുറിയിലും എത്തി. എത്രയും വേഗം കാര്യങ്ങൾ നടത്തുവാനായിട്ട് അവൾ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. കൊലയാളിയോടും വസ്ത്രം മാറുവാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നെ അവൾ കട്ടിലിൽ കിടന്നു. കൊലയാളി അവളുടെ ദേഹത്തേക്ക് ഇഴഞ്ഞു കയറി. അതേ സമയത്ത് അവന്റെ ഉള്ളിലെ കൊലപാതക തൃഷ്ണ ഉണർന്നു. അടുത്ത നിമിഷം അയാൾ കാതറിന്റെ കഴുത്തിൽ ഇടതു കൈകൊണ്ട് അതിശക്തമായിട്ട് ഞെക്കുവാൻ തുടങ്ങി. ആ നിമിഷത്തിൽ അവൾക്ക് മനസ്സിലായി താൻ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. കാതറിൻ കട്ടിലിൽ കിടന്ന് അതിശക്തമായിട്ട് തൊഴിക്കുവാനും കുതിർവാനും തുടങ്ങി. അവൾ ബൂട്ട് ഊരിയിരുന്നില്ല. ഇതിനിടയിൽ ശക്തമായിട്ടുള്ളൊരു തൊഴി കൊലയാളിയുടെ മർമ്മസ്ഥാനത്ത് കിട്ടി. അയാൾ പുറകോട്ട് വേച്ചുപോയി. എന്നിട്ട് ചുരുണ്ടു കൂടിയിരുന്നു. ആ സമയം കൊണ്ട് മുറിയിൽ നിന്നും അവൾ ഉടുതുണിയില്ലാതെ പുറത്തേക്ക് പാഞ്ഞു. എന്നിട്ട് സഹായിക്കണമേ എന്ന് അലറി നിലവിളിച്ചുകൊണ്ട് അപ്പാർട്ട്മെന്റിലെ ഇടനാഴിയിലൂടെ ഓടി നേരെ എതിർവശത്തുള്ളൊരു വാതിലിൽ അതിശക്തമായിട്ട് തട്ടി. അവിടെ താമസിച്ചിരുന്നത് കിറ്റി മക്കുല്ലൻ എന്ന സ്ത്രീയായിരുന്നു. അവൾ വേഗം വാതിൽ തുറന്നു. അടുത്ത നിമിഷം കാതറിൻ കുതിച്ചു പാഞ്ഞ് അകത്തേക്ക് കയറി വാതിലടച്ചു. അതിനുശേഷം ഇരുവരും മങ്ങിയ വെളിച്ചം തളം കെട്ടി നിൽക്കുന്ന ആ ഇടനാഴിയുടെ അങ്ങേയറ്റത്തുള്ള ഇപ്പോഴും വാതിൽ തുറന്നു കിടക്കുന്ന കാതറിന്റെ മുറിയിലേക്ക് നോക്കി. താമസിയാതെ ആ മുറിയുടെ ഉള്ളിൽ നിന്നും കൊലയാളി പുറത്തേക്ക് വന്നു. എന്നിട്ട് അവരുടെ വാതിലിന് മുൻപിലെത്തിയിട്ട് ക്ഷീണിച്ചതും പതിഞ്ഞതുമായ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു തീപ്പെട്ടി തരൂ. കിറ്റി മക്കുല്ലൻ വേഗം ഒരു തീപ്പെട്ടി എടുത്ത് ജനാല വഴി പുറത്തേക്ക് എറിഞ്ഞു കൊടുത്തു. അതിനുശേഷം അയാൾ അവരോട്, നിങ്ങൾ എൻ്റെ ബൂട്ട് കണ്ടോ എന്ന് ചോദിച്ചു. അവരതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. അപ്പോൾ കൊലയാളി തൻ്റെ വാലറ്റിൽ നിന്നും 1 പൗണ്ടിന്റെ 8 നോട്ട് എടുത്ത് കിറ്റിയുടെ മുറിയുടെ മുന്നിലെ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട്, ക്ഷമിക്കണം, ഇന്ന് വൈകുന്നേരം എനിക്ക് കുടിക്കുവാനായിട്ട് വളരെയധികം കാരണമുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാതറിൻ, നീയാണ് ആ കൊലയാളി എന്ന് ഉച്ചത്തിൽ അലറി. അതോടെ അയാൾ അവിടെ നിന്നും ഓടി മറഞ്ഞു. അന്ന് രാത്രിയിൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് മരണത്തിൽ നിന്നും അവൾ രക്ഷപ്പെട്ടത്. പിന്നീട് വന്ന ദിവസങ്ങളിൽ ബ്ലാക്ക് ഔട്ട് റിപ്പറിന്റെ സംഹാര താണ്ഡവമായിരുന്നു. തുടർച്ചയായിട്ടുള്ള സീരിയൽ കില്ലിംഗ് ആയിരുന്നു നഗരത്തിൽ നടന്നത്. അതോടൊപ്പം വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ കേസിൽ ഒരു വഴിത്തിരിവും ഉണ്ടായി. അതാണ് മർഡർ ഓഫ് മാർഗരറ്റ് ഫ്ലോറൻസ് ലോവിന്റെ കേസ്. 1942 ഫെബ്രുവരി 11 ബുധനാഴ്ച ഒരു പോസ്റ്റ്മാൻ വെസ്റ്റ് ലണ്ടനിലെ റീജൻസ് പാർക്കിന്റെ തെക്കു ഭാഗത്തുള്ള ഗോസ്ഫീൽഡ് സ്ട്രീറ്റിൽ താമസിക്കുന്ന മാർഗരറ്റ് ഫ്ലോറൻസ് ലോവയുടെ വാതിൽ മുട്ടി വിളിച്ചു. അവർക്കൊരു തപാൽ വന്നിരുന്നു. എന്നാൽ ആരും വാതിൽ തുറന്നില്ല. അയാൾ പോസ്റ്റ് അവിടെ തന്നെ ഇട്ടിട്ട് തിരിച്ചുപോയി. വലിയ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരു തെരുവായിരുന്നു ഇത്. തൊഴിലാളികളാണ് ഏറെയും അവിടെ താമസിക്കുന്നത്. അടുത്തടുത്തുള്ള ഇടുങ്ങിയ അപ്പാർട്ട്മെന്റുകൾ എന്ന് പറയാം. മാർഗരറ്റും ഒരു വേശ്യയാണ്. അവർക്കന്ന് 43 വയസ്സുണ്ട്. അവളെ അവസാനമായിട്ട് കണ്ടത് ഒരു അയൽക്കാരിയായിരുന്നു. ഒരു ക്ലയന്റിനെയും കൂട്ടിക്കൊണ്ട് അവൾ തൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു അത്. അപ്പോൾ സമയം പുലർച്ചെ 1:15 ആയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ക്ലയന്റ് പുറത്തേക്ക് പോകുന്നതും റോഡിലെത്തും മുൻപ് സന്തോഷം കൊണ്ടൊരു ചൂളം വിളിക്കുന്നതും ഈ അയൽക്കാരി കണ്ടതാണ്. അതിനുശേഷം മാർഗരറ്റിനെ ആരും കണ്ടിട്ടില്ല. ഇനി മാർഗരറ്റിന്റെ ചരിത്രം അത് നമുക്കൊന്ന് നോക്കാം. വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് മാർഗരറ്റ് 14ാമത്തെ വയസ്സിൽ പഠനം നിർത്തി. 20 വയസ്സായപ്പോഴേക്കും അവൾ നിരവധി ജോലികൾ പരീക്ഷിച്ചിരുന്നു. ഒന്നിലും ഒരു സ്ഥിരതയോ മെച്ചമോ ഉണ്ടായില്ല. ഒടുവിലാണ് വേശ്യാവൃത്തി സ്വീകരിച്ചത്. ഈ തൊഴിൽ സ്വീകരിച്ച 2 വർഷം കഴിഞ്ഞപ്പോൾ മാർഗരറ്റ് തന്നെക്കാളും 18 വയസ്സ് പ്രായക്കൂടുതലും ബിഭാരിനുമായിട്ടുള്ള ഫ്രെഡ് ലോവയെ കണ്ടുമുട്ടി. വൈകാതെ അവർ പ്രണയത്തിലായി. വിവാഹവും കഴിച്ചു. അതോടെ പഴയ ജീവിതം അവൾ ഉപേക്ഷിച്ചു. പിന്നെ ഇരുവരും ചേർന്ന് ബീച്ച് ബസാർ എന്ന പേരിൽ ഒരു ചെറിയ ഫാൻസി ഗുഡ് സ്റ്റോർ തുടങ്ങി. വൈകാതെ ഈ ദമ്പതികൾക്ക് ഒരു മകളുണ്ടായി. അവൾക്ക് ബാർബറ എന്ന് പേരുമിട്ടു. എന്നാൽ ബാർബറ ജനിച്ച് 4 വർഷം കഴിഞ്ഞതും ഫ്രെഡ് ലോവ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു. ഭർത്താവിന്റെ മരണശേഷം സ്റ്റോറിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ കഷ്ടത്തിലായി. അതോടെ അത് അടച്ചു പൂട്ടേണ്ടി വന്നു. ഫർണിച്ചറുകളെല്ലാം വിറ്റ് ഒരു വീട്ടുജോലിക്കാരിയായിട്ട് ജോലി ചെയ്യുവാനായിട്ട് മാർഗരറ്റ് തീരുമാനിച്ചു. വൈകാതെ അവൾ മകളെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ച് സെൻട്രൽ ലണ്ടനിലേക്ക് മാറുവാനായിട്ട് തീരുമാനിച്ചു. അവിടെ ജോലി സാധ്യത കൂടുതലുണ്ട്. ലണ്ടനിൽ എത്തിയ ശേഷം പെഗ്ഗി ക്യാമ്പൽ എന്ന വ്യാജ പേരിൽ അവൾ വേശ്യാവൃത്തി സ്വീകരിച്ചു. സത്യത്തിൽ മാർഗരറ്റ് ഈ ജോലിയെ വെറുത്തിരുന്നു. തൻ്റെ നല്ല കാലം നഷ്ടമായതോർത്ത് ജീവിതം കരഞ്ഞു തീർത്തു. ഇതിനോടകം അവർ സാമാന്യം നല്ലൊരു മദ്യപാനിയായിട്ട് മാറിയിരുന്നു. ഇത്രയുമാണ് അവളുടെ ചരിത്രം. ഇക്കാലം അത്രയും അവർ മകളിൽ നിന്ന് മകന്നാണ് ജീവിച്ചത്.
ഇപ്പോൾ അവളുടെ മകൾ ബാർബറയ്ക്ക് 15 വയസ്സുണ്ട്. വൈകാതെ മകളുമായിട്ട് അവൾ നല്ല ഒരു ബന്ധം സ്ഥാപിച്ചു. അതിനുശേഷം ബാർബറ മാസത്തിൽ ഒന്ന് വെച്ച് അമ്മയുടെ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ 13-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ബാർബറ വൈകുന്നേരം 4:30 അമ്മയെ കാണുവാനായിട്ട് ട്രെയിൻ ഇറങ്ങി. വീട്ടിലെത്തിയപ്പോൾ കണ്ടത് അമ്മയുടെ വീടിന് മുൻപിൽ ഒരു ആൾക്കൂട്ടവും ഏതാനും പോലീസുകാർ നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു അയൽക്കാരൻ അവളെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, മാർഗരറ്റിനെ പുറത്ത് കണ്ടിട്ട് ദിവസങ്ങളായി. 2 ദിവസം മുൻപ് ഒരു പോസ്റ്റ്മാൻ വാതിലിന് പുറത്ത് ഒരു പാർസൽ വെച്ചിരുന്നു. എന്നാൽ ഇത്രയും ദിവസമായിട്ടും അത് ആ വാതിലിന് മുൻപിൽ തന്നെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് എന്തോ സംശയം തോന്നി. വേഗം പോലീസിനെ അറിയിച്ചു. അതുകൊണ്ടാണ് പോലീസ് വന്നത്. പോലീസ് വന്ന കൃത്യം അതേ സമയത്ത് തന്നെയാണ് സംഭവ സ്ഥലത്ത് ബാർബറയും എത്തിയത്. അവർ അപ്പാർട്ട്മെന്റിന്റെ ഒരു സ്പെയർ കീ സംഘടിപ്പിച്ചു. ഡിറ്റക്റ്റീവ് സർജന്റ് ലിയോനാർഡ് ബ്ലാക്ക് ടോപ്പ് ആണ് പതിയെ വാതിൽ തുറന്ന് വീട്ടിലേക്ക് പ്രവേശിച്ചത്. അകത്ത് ആരെയും കണ്ടില്ല. അവർ ചുറ്റും തിരിഞ്ഞു. അപ്പോൾ കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്ന നിലയിൽ കാണപ്പെട്ടു. പരിഭ്രാന്തിയോടെ അവർ ആ വാതിൽ തുറന്നു. അവരുടെ ഭയം ശരിയായിരുന്നു. കട്ടിലിന്റെ മധ്യഭാഗത്തായിട്ട് മാർഗരറ്റ് ലോവ മരിച്ചു കിടക്കുന്നു. അന്നു വൈകുന്നേരം 6:30 ജഡം പരിശോധിക്കുവാനായിട്ട് ഡിറ്റക്റ്റീവ് ചെറിലും ഗ്രീനോയും എത്തുകയാണ്. ഈ കൊലയും ബ്ലാക്ക് ഔട്ട് റിപ്പർ ചെയ്തതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് അധിക സമയമൊന്നും എടുത്തില്ല. കൊലയാളി ഇടത് കൈയ്യനാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. കൂടാതെ ഒരു മെഴുകുതിരി ഹോൾഡറിൽ നിന്നും ഒരു ബിയർ ബോട്ടിൽ നിന്നും അവന്റെ വിരലടയാളവും പോലീസിന് കിട്ടി. വളരെ മൃഗീയമായിട്ടാണ് അവൻ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത്. മാർഗരറ്റിന്റെ കഴുത്ത് ഒരു സ്റ്റോക്കിങ്സ് കൊണ്ട് മുറുക്കി കെട്ടിയിരുന്നു. ആന്തരിക അവയവങ്ങൾ തുറന്നു കാണും വിധം അടിവയർ പൂർണ്ണമായിട്ടും കീറി പിളർന്നിട്ടിരുന്നു. ചങ്കും കരളും കുടലുമെല്ലാം വലിച്ചു വാരി പുറത്തേക്കിട്ടിരുന്നു. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ട്. സ്റ്റോക്കിങ്സ് കൊണ്ട് കഴുത്ത് മുറുക്കിയതിന്റെ ഫലമായിട്ട് അവരുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും നുരയും പതയും ചാടിയിരുന്നു. 10 ഇഞ്ച് നീളം വരുന്ന ആഴത്തിലുള്ളൊരു മുറിവാണ് നാഭിയിലായിട്ട് കാണപ്പെട്ടത്. മെഴുകുതിരി ഹോൾഡറിൽ നിന്നും മെഴുകുതിരി എടുത്ത് അവരുടെ സെക്ഷൽ ഓർഗനിലേക്ക് തള്ളിവെച്ചിരുന്നു. മാർഗരറ്റിന്റെ ശരീരത്തിന് ചുറ്റും കൊലയാളി ഉപയോഗിച്ച രക്തം പുരണ്ട ഒരു കൂട്ടം അടുക്കള കത്തികളും ചിതറിക്കിടപ്പുണ്ട്. ശരീരത്തിന്റെ ഇടതുവശത്തായിട്ട് കട്ടിലിൽ തന്നെ ഒരു മേശക്കത്തി കിടപ്പുണ്ട്. അവരുടെ തുടകളിൽ ഒരു ബ്രെഡ് കത്തിയും അതുപോലെ ടേബിൾ കത്തിയും കുത്തി നിർത്തിയിരുന്നു. അതോടൊപ്പം ഒരു ചെറിയ പച്ചക്കറി കത്തിയും. തീക്കണൽ ഇളക്കുവാനുള്ള മെറ്റൽ പോക്കറും ശരീരത്തിൽ തറഞ്ഞ നിലയിൽ കാണപ്പെട്ടു. അതിന്റെ പിടിയാകട്ടെ ആക്രമണത്തിന്റെ തീവ്രത മൂലം പൊട്ടിപ്പോയിരുന്നു. പിന്നീട് ഡിറ്റക്റ്റീവ് സൂപ്രണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ കരിയറിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം താൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. കൊലയാളി കത്തിപ്രയോഗം നടത്തുന്ന സമയത്തും അവർക്ക് ജീവനുണ്ടായിരുന്നു. വെറും 15 വയസ്സുള്ള ബാർബറയെ അമ്മയുടെ ക്രൈം സീൻ കാണുവാനായിട്ട് പോലീസ് അനുവദിച്ചില്ല. അവരവളെ മാറ്റിക്കൊണ്ടുപോയിട്ട് തങ്ങളെ കൊണ്ട് കഴിയുമിതം ആശ്വസിപ്പിച്ചു. രാത്രി 8:30 ഡോക്ടർ സ്പിൽബറി അവിടെ എത്തിയത്. മരണകാരണം കഴുത്ത് ഞെരിച്ചതാണെന്നും അതിനെ തുടർന്ന് മൃതദേഹം കീറി മുറിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. കൂടുതൽ പഠനത്തിനു വേണ്ടി ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് പാഡിംഗ്ടൺ മോർച്ചറിയിലേക്ക് മാറ്റി. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി പോലീസ് ഫ്ലാറ്റ് അരിച്ചു പെറുക്കി. അപ്പോൾ ഡൈനിങ് ടേബിളിന്റെ കീഴിലേക്ക് ഒരു ബാഗ് തള്ളിവെച്ച നിലയിൽ കണ്ടെത്തി. അതിൻ്റെ ഉള്ളിൽ 2 നോട്ടുകളും ഒരു വെളുത്ത കർച്ചീഫും കുറച്ച് സ്റ്റാമ്പുകളും ഒരു ടിൻ പിൽസും ഉണ്ടായിരുന്നു. ആ നോട്ടുകൾ അടക്കം കൊലയാളിയുടെ വകയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും അന്വേഷണം മുൻപോട്ട് നീക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മറക്കരുത്, ഈ ക്രൈം നടക്കുന്നത് ഏകദേശം 80 വർഷം മുൻപാണ്. ഒടുവിൽ പരിശോധനയെല്ലാം പൂർത്തിയാക്കി ഡിറ്റക്റ്റീവുകൾ ഉച്ചയോടെ അവിടെ നിന്നും പോകുവാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് മറ്റൊരു പോലീസുകാരൻ ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ട് ഓടിപ്പാഞ്ഞ് അവിടേക്ക് വന്നത്. സസെക്സ് ഗാർഡൻ എന്ന സ്ഥലത്തു നിന്നും മറ്റൊരു ജഡം കൂടി കിട്ടിയെന്നും അതും ഒരു കൊലപാതകമാണെന്നും അയാൾ അവരെ അറിയിച്ചു. പോലീസ് ടീം അവിടേക്ക് പാഞ്ഞു. ഇത്തവണ കൊല്ലപ്പെട്ടത് ഡോറിസ് റോബ്സൺ ജൊവാനറ്റ എന്ന 6 അടി ഉയരമുള്ള സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. ഹെൻറി എന്നയാളെ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ അവർ ജീവിച്ചു വരികയായിരുന്നു. ഹെൻറിക്ക് ഏതാനും കഫേകൾ ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയമായതുകൊണ്ട് ഈ ഹോട്ടലുകളിൽ നിന്നുമുള്ള വരുമാനം ഏകദേശം നിലച്ചു. അതോടെ അവരുടെ വീട്ടിലേക്കും ദാരിദ്ര്യം കടന്നു വന്നു. ഇതിനെ തുടർന്ന് ഡോറിസ് ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞ് ലണ്ടനിലേക്ക് പോവുകയും എന്നിട്ട് വേശ്യാവൃത്തി ചെയ്യുവാനും തുടങ്ങി. ഒടുവിൽ ഈ ദമ്പതികൾ സസെക്സ് ഗാർഡൻസിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തു. അതേ റോഡിന് തൊട്ടപ്പുറത്തായിട്ട് ഡോറിസിന് രണ്ടാമതൊരു അപ്പാർട്ട്മെന്റ് കൂടി ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു അവൾ തന്റെ കസ്റ്റമേഴ്സിനെ കൂട്ടിക്കൊണ്ടു വരാറ്. ഇതിനിടയിൽ ഒരു ഹോട്ടലിൽ ഹെൻറി ജോലിക്ക് കയറി. അയാൾ വല്ലപ്പോഴും മാത്രമാണ് വീട്ടിലേക്ക് വരൂ. ഇതെല്ലാം അവൾക്ക് തന്റെ തൊഴിലിന് നല്ലൊരു സാഹചര്യം സൃഷ്ടിച്ചു. ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച രാത്രിയിൽ ഹെൻറി ട്രെയിനിൽ വീട്ടിലെത്തി. ഭാര്യയോടൊപ്പം അത്താഴം കഴിച്ച ശേഷം ജോലിക്ക് വേണ്ടി തിരിച്ചുപോയി. തൊട്ടു പിന്നാലെ ഡോറിസ് അടുത്ത ക്ലയന്റിനെ തെരഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി. അടുത്ത ദിവസം രാത്രി 7 മണിയോടെ ഹെൻറി വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലാണ് കണ്ടത്. ഡോറിസിന്റെ യാതൊരു ലക്ഷണവും അവിടെ എങ്ങുമില്ല. സ്പെയർ കീക്ക് വേണ്ടിയിട്ട് അയാൾ അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരനെ സമീപിച്ചു. അയാളുടെ കൈവശം നിരവധി കീകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ കീ ഉപയോഗിച്ച് വീട് തുറക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒടുവിൽ അവർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. അരമണിക്കൂറിനുള്ളിൽ അവിടേക്ക് വന്ന പോലീസ് കോൺസ്റ്റബിൾ വില്യം പെയിൻ തന്റെ ഭാര്യ എവിടെയാണെന്ന് അറിയാതെ പരിഭ്രാന്തനായിട്ട് നിൽക്കുന്ന ഹെൻറിയാണ് കണ്ടത്.
വീടിന്റെ പിൻവശത്തുള്ള വിൻഡോ പരിശോധിച്ചപ്പോൾ അത് ലോക്ക് ചെയ്ത നിലയിലാണെന്ന് മനസ്സിലായി. കോൺസ്റ്റബിൾ ജനാല അടിച്ചു തകർത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു. മണിക്കൂറുകൾക്ക് മുൻപ് പോലീസ് കണ്ടെത്തിയതിന് ഏകദേശം സമാനമായിട്ടുള്ള ഒരു രംഗമാണ് അയാളെ അവിടെ വരവേറ്റത്. ഡോറിസ് വീടിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്നു. അവളുടെ കഴുത്തിൽ സ്റ്റോക്കിങ്സ് കൊണ്ട് മുറുക്കി കെട്ടിയിട്ടുണ്ട്. താടിയെല്ലാം ഒടിഞ്ഞിരുന്നു. ഒരു നൈറ്റ് ഗൗൺ മാത്രമാണ് അവളുടെ ദേഹത്തുള്ളൂ. മറ്റു വസ്ത്രങ്ങൾ തറയിലും മറ്റുമായിട്ട് ചിതറിക്കിടക്കുന്നു. ഡോറിസിന്റെ വയറും ജനനേന്ദ്രിയവും തുടകളും മുൻ ക്രൈമുകളിൽ കണ്ടതുപോലെ ഒരു റേസർ കൊണ്ട് കീറി മുറിച്ചിരുന്നു. ആ റേസർ മുറിയുടെ മൂലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടപ്പുമുണ്ട്. അവളുടെ ഇടതു മാറിടത്തിന് കീഴെയുള്ള മാംസം കൊലയാളി അറുത്തു മാറ്റിയിരുന്നു. ഉപയോഗിച്ച 2 കോണ്ടവും നിലത്ത് കിടപ്പുണ്ട്. ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ കോൺസ്റ്റബിൾ വേഗം പുറത്തു ചാടി. എന്നിട്ട് ഹെൻറിയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നല്ലതിനു വേണ്ടി പറയുകയാണ്. ഒരു കാരണവശാലും വീടിന്റെ ഉള്ളിലേക്ക് കടക്കരുത്. രാത്രി 8 മണിയോടെ ഡിറ്റക്റ്റീവുകൾ സംഭവ സ്ഥലത്ത് വന്നു. അവരുടെ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഒരു സ്വർണ്ണ വാച്ചും അതുപോലെ 5 പൗണ്ട് നോട്ടും അവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരതയുടെ പുതിയ അധ്യായങ്ങൾ പുറത്തു വന്നു. ഡോറിസിന്റെ മാറിടവും തുടയും കീറി മുറിക്കുന്ന സമയത്തും അവൾക്ക് ജീവനുണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തിയത്. മറ്റു മുറിവുകളെല്ലാം മരണശേഷം ഉണ്ടാക്കിയതാണ്. അന്ന് രാത്രിയിൽ തന്നെ മറ്റൊരു സംഭവമുണ്ടായി. രാത്രി 9:45 ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യുന്ന ജോൺ ഷൈൻ കുറച്ച് മദ്യം പിക്കാഡലി തെരുവിലെ ഒരു പബ്ബിലേക്ക് കൊടുക്കുവാനായിട്ട് പോവുകയായിരുന്നു. അവന് 18 വയസ്സാണ് പ്രായം. അങ്ങനെ പോകുമ്പോൾ എതിർവശത്തുള്ള ഒരു ഇടനാഴിയിൽ നിന്നും ഒരു ലൈറ്റിന്റെ വെളിച്ചം മിന്നിക്കിടുന്നത് അവൻ കണ്ടു. അതോടൊപ്പം ഒരു ശബ്ദവും കേട്ടു. അവന് ഒരു അസ്വാഭാവികത തോന്നി. ജോൺ ഷൈൻ റോഡ് മുറിച്ചു കടന്ന് നേരെ ആ ഇടനാഴിയുടെ മുൻപിലേക്ക് വന്നു. എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. പക്ഷേ യാതൊരു മറുപടിയും കിട്ടിയില്ല. അവൻ ആ ഇടനാഴിയുടെ ഉള്ളിലേക്ക് നടന്നു. പെട്ടെന്ന് ഇടനാഴിയുടെ ഉള്ളിൽ നിന്നും ഒരു ബഹളം കേട്ടു. ജോൺ വേഗം അവിടേക്ക് ഒച്ച വെച്ചുകൊണ്ട് ഓടിയെടുത്തു. പൊടുന്നനെ ഒരു മനുഷ്യൻ ഇരുട്ടിൽ നിന്നും പാഞ്ഞു വന്നു. വരുന്ന വഴിയിൽ ജോണിനെ തള്ളിത്തെറിപ്പിച്ചുകൊണ്ടാണ് അയാൾ പാഞ്ഞു പോയത്. നിമിഷ നേരം കൊണ്ട് ഇടനാഴിയും താണ്ടി റോഡിലേക്ക് ഓടിയിറങ്ങിയ ആ മനുഷ്യൻ അപ്രത്യക്ഷനായി. ജോൺ ഷൈനെ യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. അവൻ നിലത്തു നിന്നും എഴുന്നേറ്റ് മുൻപോട്ട് നടന്നു. അപ്പോൾ ഒരു സ്ത്രീ നിലത്ത് കിടന്ന് ദുർബലമായിട്ട് ചുമയ്ക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. പെട്ടെന്ന് അയാൾക്ക് കാര്യം മനസ്സിലായി. കാരണം സീരിയൽ കില്ലർ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന കഥകളെല്ലാം അയാൾക്കും പരിചിതമാണ്. നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ജോൺ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ജോൺ ഷൈൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഇതിനിടയിൽ അവൻ വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അതാണ് ഈ കേസിന് വഴിത്തിരിവുണ്ടാക്കിയത്. അവിടെ നിലത്തായിട്ട് ഒരു ബ്രൗൺ നിറമുള്ള ബാഗ് കിടന്നിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് മാസ്കും ഉണ്ടായിരുന്നു. എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മാസ്ക്. അത് ആ കൊലയാളിയുടെ ആണെന്ന് അവൾ പറഞ്ഞു. അയാൾ വേഗം തന്നെ ആ ബാഗ് എടുത്തു. അതുമായിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയത്. ഇതിനിടയിൽ തൻ്റെ പേര് മേരി ഹേവുഡ് എന്നാണെന്ന് അവൾ പറഞ്ഞു. പോകുന്ന വഴിക്ക് മേരിയും ജോണും പോലീസ് കോൺസ്റ്റബിൾ ജെയിംസ് സ്കിന്നറെ കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും നടന്ന സംഭവങ്ങൾ സ്കിന്നറെ അറിയിച്ചു. താൻ കൊലയാളി മേരിയെ ആക്രമിക്കുന്നത് നേരിൽ കണ്ടുവെന്നും എന്നാൽ അവനെ ശരിക്കും കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്നും ഷൈൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇതിനിടയിൽ ജോൺ ഷൈൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. കൊലയാളി ഒരു RAF യൂണിഫോം ധരിച്ചിരുന്നു. RAF എന്ന് പറഞ്ഞാൽ റോയൽ എയർഫോഴ്സ് എന്നാണ്. അതെ, കൊലയാളി ഒരു എയർഫോഴ്സ് ഓഫീസറാണ്. ചെറിയ തവിട്ട് നിറത്തിലുള്ള ആ ക്യാൻവാസ് ഷോൾഡർ ബാഗ് അവർ അയാൾക്ക് കൈമാറി. കോൺസ്റ്റബിൾ ജെയിംസ് സ്കിന്നർ ജോൺ ഷൈനിനെയും മേരിയെയും ഏറ്റവും അടുത്തുള്ള സാവൽ റോയിലെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെയുള്ള ഡിറ്റക്റ്റീവ് സർജന്റ് തോമസ് ഷെപ്പേഡിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. തനിക്ക് എന്താണെന്ന് സംഭവിച്ചത് എന്ന് മേരി ഹേവുഡ് പോലീസിനോട് പറഞ്ഞു. അവൾ പറഞ്ഞ കഥ അതിങ്ങനെയായിരുന്നു. അന്ന് വൈകിട്ട് ബാറിലേക്ക് പോകുവാനായിട്ട് ഒരാളെയും കാത്തവൾ പാർക്കിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എയർഫോഴ്സ് യൂണിഫോം ധരിച്ച വളരെ സുന്ദരനായിട്ടുള്ള ഒരാൾ അവളെ സമീപിച്ച് തൻ്റെ കൂടെ ഡിന്നർ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാളുടെ സൗന്ദര്യത്തിൽ അവൾ മയങ്ങിപ്പോയെന്ന് പറയണം. ഉടൻ തന്നെ അതിന് സമ്മതിച്ചു. ഇരുവരും ഒരു ബാറിലേക്ക് നടന്നു. 1-2 പെഗ് വിസ്കി കുടിച്ചതും അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് അയാൾ പറഞ്ഞു. ഇതിനിടയിൽ ബാറിൽ വെച്ച് പരസ്യമായിട്ട് അയാൾ ഒരു കെട്ട് പണം എടുത്തവളെ കാണിച്ചു. തൻ്റെ കയ്യിൽ ഏകദേശം 30 പൗണ്ട് ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. അതവളെ ആകർഷിച്ചു. അതുകൊണ്ട് അവൾ തൻ്റെ വീട്ടു നമ്പരും ഫോൺ നമ്പരും ഒരു പെൻസിൽ കൊണ്ട് ഒരു കാർഡിൻ്റെ പിൻഭാഗത്ത് എഴുതി അത് അയാൾക്ക് കൈമാറി. അതിനുശേഷം അവർ തിരികെ നടന്നു. ഇതിനിടയിൽ വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യം അയാൾ അവളോട് പറയുകയാണ്. നിനക്കറിയാമോ, ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെ എൻ്റെ വീട്ടിൽ നിന്നും ഇടിച്ച് പുറത്താക്കിയിരുന്നു. ഇതിന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അവൾ അന്ധാളിച്ചു. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് മേരി ചോദിച്ചു. അതിന് അവളുടെ വൃദ്ധനായിട്ടുള്ള ഭർത്താവ് ഞങ്ങളുടെ ഈ ബന്ധം കണ്ടുപിടിച്ചുവെന്നും താൻ അയാളെ ചവിട്ടി തെറിപ്പിച്ചുവെന്നും അതിനുശേഷം അവളെ ഇടിച്ച് പുറത്താക്കിയെന്നുമാണ് അയാൾ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആദ്യ ഡേറ്റിങ്ങിൽ ഒരു പെണ്ണിനോട് ഒരിക്കലും പറയുവാനായിട്ട് പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ തനിക്ക് വീണ്ടും മദ്യം വേണമെന്ന് മേരി ആവശ്യപ്പെട്ടു. എന്നാൽ ആദ്യം അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു. മേരി ആകട്ടെ അത് പറ്റില്ല,
ആദ്യം ബാറിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു ബാറും അന്വേഷിച്ച് സെന്റ് ആൽബർട്ട്സ് തെരുവിലൂടെ നടന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിന്റെ ഇടനാഴിയിലെത്തിയതും അയാൾ അവളെ തള്ളി വീഴ്ത്തി. എന്നിട്ട് ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് ബലാത്കാരം ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവൾ അയാളെ തള്ളി മാറ്റി. അടുത്ത നിമിഷം അയാൾ അവളെ കഴുത്തി ഞെരിച്ച് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. കൃത്യം ആ സമയത്താണ് അതുവഴി പോയ ജോൺ ഷൈൻ സംശയം തോന്നി അവിടേക്ക് വന്നതും എന്താണ് കാര്യമെന്ന് വിളിച്ചു ചോദിച്ചതും. അയാൾ അവിടെ അപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ മേരി കൊല്ലപ്പെടുമായിരുന്നു. ജോൺ ഷൈനെ കണ്ടതും അപരിചിതൻ ഓടി രക്ഷപ്പെട്ടു. ഇതായിരുന്നു മേരി പോലീസിനോട് പറഞ്ഞ കഥ. അയാളുടെ പേരറിയാമോ എന്ന് പോലീസ് ചോദിച്ചു. കാരണം മണിക്കൂറുകൾ ബാറിലും മറ്റുമായിട്ട് ഇരുവരും സമയം ചെലവഴിച്ചതാണ്. താൻ അയാളുടെ പേര് പലവട്ടം ചോദിച്ചെങ്കിലും അയാൾ ഉത്തരം തന്നില്ല എന്ന് അവൾ പറഞ്ഞു. വൈകാതെ പോലീസ് മേരിയെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഇത്തവണ കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുന്നു. പോലീസിനെ ഇനി ഇരുട്ടി തപ്പേണ്ട ആവശ്യമില്ല. അവർക്ക് മുൻപോട്ട് നീങ്ങുവാനായിട്ടൊരു വെളിച്ചം കിട്ടിയിരിക്കുന്നു. അവർ വേഗം എയർഫോഴ്സ് ബേസുമായിട്ട് ബന്ധപ്പെട്ടു. കൊലയാളിയുടെ കയ്യിൽ നിന്നും കിട്ടിയ ബാഗിന്റെ ഉള്ളിൽ നിന്നും ഒരു ഗ്യാസ് മാസ്ക് കിട്ടി. അതിൽ 52, 59, 87 എന്ന സീരിയൽ നമ്പറും ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അതിന്റെ ഉടമയെ അതിൽ നിന്ന് നിസ്സാരമായിട്ട് കണ്ടെത്തുവാനായിട്ട് കഴിയുമെന്നാണ്. കാരണം ഓരോ ഉദ്യോഗസ്ഥരും കൊടുക്കുന്ന ആയുധങ്ങളുടെയും അതുപോലെ മാസ്കിന്റെ സീരിയൽ നമ്പർ രജിസ്റ്ററിൽ എഴുതി വെച്ചിരിക്കും. എയർഫോഴ്സ് ബേസിൽ നടത്തിയ അന്വേഷണത്തിൽ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ലിസ്റ്റ് കിട്ടി. അതിൽ ആ മാസ്ക് നമ്പറിന് നേർക്ക് ഒരു പേര് എഴുതിയിരുന്നു. അതിന്റെ ഉടമയുടെ പേര് ഗോർഡൻ ഫ്രെഡറിക് കമ്മിൻസ്. ആ സമയത്ത് കമ്മിൻസ് ബേസിലില്ലായിരുന്നു. പോലീസ് അവരോട് നഗരത്തിലെ കൊലയ്ക്ക് പിന്നിലുള്ളത് കമ്മിൻസ് ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട അയാളെ ചോദ്യം ചെയ്യണമെന്നും അതുകൊണ്ട് കമ്മിൻസ് ബേസിൽ തിരിച്ചു വന്നാൽ അയാളെ പുറത്തേക്ക് പോകുവാനായിട്ട് അനുവദിക്കരുത് എന്നും ആവശ്യപ്പെട്ടു. അന്ന് രാത്രിയിൽ ആ ഇടനാഴിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ശേഷം തെരുവിലൂടെ നടക്കുമ്പോൾ കമ്മിൻസ് സ്വയം ശപിച്ചു. കാരണം തന്റെ മാസ്ക് കൈമോശം വന്നുവെന്ന് അയാൾ മനസ്സിലാക്കി. അത് എടുക്കുവാനായിട്ട് തിരിച്ചു പോയതുമാണ്. അപ്പോഴാണ് അത് കാണുന്നില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കിയത്. ഇതൊരു അപകടമാണ്. തൻ്റെ ഐഡന്റിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. പെട്ടെന്ന് അയാളുടെ ബുദ്ധിയിൽ മറ്റൊരു തോന്നൽ കടന്നു വന്നു. അതേപോലെയുള്ള മറ്റൊരു മാസ്ക് മോഷ്ടിക്കുവാനായിട്ട് കമ്മിൻസ് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അയാൾ വളരെ തിരക്കുള്ളൊരു പബ്ബിൽ കയറി. കമ്മിൻസ് വിചാരിച്ചതുപോലെ അവിടെ ഒരു എയർഫോഴ്സ് ഓഫീസർ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് പോയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന ശേഷം ഒരു വിസ്കി ഓർഡർ ചെയ്തു. മേശപ്പുറത്ത് എത്തിയ മദ്യം പെട്ടെന്ന് അയാൾ തട്ടിത്തെറിപ്പിച്ച് നിലത്തേക്ക് എറിഞ്ഞു. ഗ്ലാസ് തകരുന്ന ഒച്ചയും കമ്മിൻസിന്റെ ആക്രോശവും കേട്ടപ്പോൾ ആ ഓഫീസറുടെ ശ്രദ്ധ പെട്ടെന്ന് മാറി. ആ അവസരം മുതലെടുത്ത അയാൾ ഓഫീസർ നിലത്ത് വെച്ചിരുന്ന ഗ്യാസ് മാസ്ക് അടങ്ങിയ ബാഗും എടുത്തുകൊണ്ട് വേഗം പുറത്തേക്ക് നടന്നു. അത് രാവിലെ 4:30 എയർഫോഴ്സ് ബേസിലെത്തി. എന്നിട്ട് തന്റെ ബങ്കർ റൂമിലേക്ക് നേരായ വഴിക്ക് കയറാതെ മറ്റൊരു വാതിൽ വഴി നിശബ്ദമായിട്ട് അകത്ത് കയറി. എന്നാൽ അയാൾ മറ്റൊരു കാര്യം അറിഞ്ഞിരുന്നില്ല. രാത്രി ഏറെ വൈകിയെത്തിയ കമ്മിൻസിന്റെ വരവ് മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം. അവർ വേഗം കമ്മിൻസിനെ പിടികൂടി കോർപ്പറൽ ചാൾസ് ജോൺസന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാത്രിയിൽ നീ എവിടെയായിരുന്നുവെന്ന് ചാൾസ് കമ്മിൻസിനോട് ചോദിച്ചു. താൻ പുറത്തു പോയിട്ട് മദ്യപിച്ചിരിക്കുകയായിരുന്നുവെന്ന് കമ്മിൻസ് മറുപടിയും പറഞ്ഞു. ശരി, നിന്റെ ഗ്യാസ് മാസ്ക് എവിടെയെന്നായി അടുത്ത ചോദ്യം. തൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് അയാൾ മറുപടിയും നൽകി. എന്നാൽ രജിസ്റ്റർ നമ്പർ പ്രകാരം അത് വേറൊരു ഓഫീസറുടെ ആണെന്ന് അവർക്ക് മനസ്സിലായി. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നുവെന്ന് അവർ ചോദിച്ചു. ആരെങ്കിലും തൻ്റെ മാസ്ക് അറിയാതെ മാറിയെടുത്തതായിരിക്കുമെന്നും അയാളുടെ മാസ്ക് അബദ്ധം പറ്റി തൻ്റെ കയ്യിൽ വന്നതായിരിക്കുമെന്നും ബേസിൽ അന്വേഷിച്ചാൽ ഏതെങ്കിലും ഓഫീസറുടെ കൈവശം തൻ്റെ മാസ്ക് കാണുമെന്നും കമ്മിൻസ് പറഞ്ഞു. എന്നാൽ ഇതൊരു ദുർബലമായിട്ടുള്ള കഥയായിരുന്നു. കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കാത്ത ഒരു കഥ. ചാൾസ് ജോൺസ് തൻ്റെ കീഴുദ്യോഗസ്ഥരോട് ഗോർഡൻ കമ്മിൻസിനെ ഒരു കാരണവശാലും ബേസിൽ നിന്നും പുറത്തേക്ക് വിടരുത് എന്ന് നിർദ്ദേശം നൽകി. അവർ വേഗം അയാളെ പിടിച്ചൊരു മുറിയിലിട്ട് പൂട്ടി. എന്നിട്ട് പോലീസിൽ വിവരം അറിയിച്ചു. ഇത്രയും ആയതോടെ താൻ പിടിയിലായെന്ന് കമ്മിൻസിന് ഉറപ്പായി. രാവിലെ 5:45 ഡിറ്റക്റ്റീവ് കോൺസ്റ്റബിൾ ചാൾസ് ബെന്നറ്റ് എയർഫോഴ്സ് ബേസിൽ എത്തുകയും കമ്മിൻസിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മുൻപ് കമ്മിൻസിന്റെ കയ്യിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് അയാളുടെ വയറ്റിൽ ചവിട്ടി മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ കയറി രക്ഷപ്പെട്ട കാതറിൻ മുൽക്കാഹെ അതിനുശേഷം പത്രങ്ങൾക്ക് കൊലപാതകിയുടെ രൂപത്തെക്കുറിച്ചും മറ്റുമായിട്ട് ഒരു വിവരണം കൊടുത്തിരുന്നു. അതെല്ലാം വലിയ വാർത്താ പ്രാധാന്യത്തോടെ അന്നത്തെ പത്രങ്ങൾ പബ്ലിഷ് ചെയ്തതുമാണ്. കാതറിൻ അന്ന് പറഞ്ഞ വിവരണങ്ങളുമായിട്ട് കമ്മിൻസിന്റെ രൂപം 100% ഒത്തു വരുന്നുമുണ്ട്. അയാളെ ചോദ്യം ചെയ്യും മുൻപായിട്ട് പോലീസ് ആദ്യം നിരീക്ഷിച്ച വസ്തുത ഇതായിരുന്നു. ആ സമയത്തും ഗോർഡൻ കമ്മിൻസിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ഒരു റൂമിൽ ഇരുത്തിയിരിക്കുകയാണ്. അതേ സമയത്ത് ഡിറ്റക്റ്റീവ് തോമസ് ഷെപ്പേർഡ് എയർഫോഴ്സ് ബങ്കിൽ നിന്നും കിട്ടിയ കമ്മിൻസിന്റെ ബാഗുകളും മറ്റും മരിച്ചു പെറുക്കി. ആ പരിശോധനയിൽ കുറ്റകൃത്യങ്ങളുമായിട്ട് ഇയാളെ ബന്ധിപ്പിക്കുവാനായിട്ട് കഴിയുന്ന ചില തെളിവുകൾ കണ്ടെത്തി. അവ ഇതായിരുന്നു: ഒരു സിഗരറ്റ് കേസ്, പല്ലുപോയ ഒരു ചീപ്പ്, ഒരു വാലറ്റ്, ഒരു പേന തുടങ്ങിയവയായിരുന്നു അത്. ആ പേഴ്സിനുള്ളിൽ മേരി അയാൾക്കൊരു കാർഡിൽ എഴുതി കൊടുത്ത വീട്ടു നമ്പരും ഫോൺ നമ്പരും കണ്ടെത്തി. കൂടാതെ DJ എന്ന 2 അക്ഷരം പേനയിൽ കുത്തിവെച്ചിരുന്നു. LW എന്ന് സിഗരറ്റ് കേസിലും എഴുതിയിരുന്നു.
ഇത് രണ്ടും വലിയൊരു തെളിവായിരുന്നു. അതേക്കുറിച്ച് ഈ കേസിന്റെ വിചാരണ സമയത്ത് നമ്മൾ കാണും. കമ്മിൻസിനെ മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ അയാൾ കുറ്റം സമ്മതിച്ചില്ല. ഇന്ന ദിവസങ്ങളിൽ നീ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് അവ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് അയാൾ കൊടുത്തത്. അപ്പോഴും ഒരു കാര്യം അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ക്രൈം നടന്ന സമയത്ത് താൻ ആ പ്രദേശത്തെ ഇല്ലായിരുന്നു എന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചത്. പക്ഷേ കാതറിൻ മൽക്കാഹിയെ താൻ കണ്ടുമുട്ടിയെന്ന് അയാൾ സമ്മതിച്ചു. അതിനവൻ കൊടുത്ത ന്യായീകരണം ഇങ്ങനെയാണ്: അന്ന് വൈകുന്നേരം താൻ അമിതമായിട്ട് മദ്യപിച്ചിരുന്നു. അപ്പോഴാണ് കാതറിനെ കണ്ടുമുട്ടിയത്. അവളുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് തോന്നുന്നു. അതിനെന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും താൻ കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. ഇതിനിടയിൽ കമ്മിൻസിന്റെ ഇടത് കൈയിൽ നിരവധി മുറിവുകൾ ഉള്ളതായിട്ട് പോലീസ് ശ്രദ്ധിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, കൊലയാളി ഇടത് കൈയനാണെന്ന് പോലീസ് മുൻപേ തിരിച്ചറിഞ്ഞതാണ്. ഈ മുറിവുകൾ എങ്ങനെ ഉണ്ടായെന്ന ചോദ്യത്തിനും അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു വിമാനത്തിന്റെ എഞ്ചിൻ ശരിയാക്കുമ്പോൾ പറ്റിയതാണ്. എന്നാൽ ഓരോ മണിക്കൂർ കഴിയും തോറും അയാളുടെ കഴുത്തിൽ കുരുക്ക് മുറുകിക്കൊണ്ടിരുന്നു. അയാൾ എത്രയൊക്കെ ബുദ്ധിപരമായിട്ട് മറുപടി പറഞ്ഞാലും അവസാനം അതെല്ലാം തകർന്നു. അടുത്ത ദിവസം വീണ്ടും പോലീസ് എയർഫോഴ്സ് ബേസിലെത്തി. ജോലിക്കാർ പുറത്തേക്ക് പോകുന്ന സമയം രേഖപ്പെടുത്തുന്ന ലോഗ് ബുക്ക് പരിശോധിക്കുവാനായിരുന്നു ആ വരവ്. എന്നാൽ അതാകട്ടെ വളരെ പരിതാപകരമായിട്ടുള്ള നിലയിലാണ് കാണപ്പെട്ടത്. ആരോ ബുക്കിൽ നിന്നും കൊലപാതകം നടന്ന ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ മുഴുവൻ പേജുകളും പറിച്ചു മാറ്റിയിരുന്നു. മാത്രവുമല്ല, ആരോ ആ ദിവസങ്ങൾ വീണ്ടും തിരുത്തി എഴുതിയെന്നും മനസ്സിലായി. 2 വ്യത്യസ്തമായിട്ടുള്ള കൈപ്പടകളിലാണ് ബുക്കിലെ എൻട്രികൾ എഴുതിയിരുന്നത്. കൂടാതെ പെൻസിൽ ഉപയോഗിച്ച് എഴുതിയത് മൂലം ആ ബുക്കിലെ റെക്കോർഡുകൾ ആർക്കും നിസ്സാരമായിട്ട് മാറ്റിയും എഴുതാമായിരുന്നു. ഈ ബുക്കിൽ പലയിടത്തും, പ്രത്യേകിച്ച് കൊല നടന്ന ദിവസങ്ങളിൽ കമ്മിൻസ് പുറത്തേക്ക് പോയത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അയാൾ അകത്തേക്ക് വന്ന സമയം മാത്രം കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അത് ആ ബുക്കിലില്ലായിരുന്നു. ഈ തിരുത്തലിനെക്കുറിച്ചും അതുപോലെ ഗോർഡൻ കമ്മിൻസിന്റെ സ്വഭാവത്തെക്കുറിച്ചും അയാളുടെ ബങ്കുമേറ്റുകളുമായിട്ട് ഗ്രീനോ സംസാരിച്ചു. അവരെല്ലാവരും ഒന്നുപോലെ പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരോടും അഹങ്കാരത്തോടെ സംസാരിക്കുമെങ്കിലും കമ്മിൻസ് ഒരു മാന്യനായിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ഇവരിൽ പലരും രജിസ്റ്ററിൽ തിരുത്തൽ വരുത്താറുണ്ടെന്നും അറിയുവാനായിട്ട് കഴിഞ്ഞു. അധികാരികളുടെ കണ്ണു വെട്ടിച്ച് മദ്യപിക്കുവാനും മറ്റുമായിട്ട് എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ബങ്കിന്റെ പിൻഭാഗത്തെ ഫയർ എൻട്രൻസ് വഴി പുറത്തു ചാടിയിട്ടുണ്ട്. മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇതുവഴി ബേസിലേക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വരികയും പോവുകയും ചെയ്തിരുന്നു. സഹപ്രവർത്തകർ ഗോർഡൻ കമ്മിൻസ് മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ആണയിട്ട് പറഞ്ഞെങ്കിലും ഡിറ്റക്റ്റീവ് ഗ്രീനോ അത് സമ്മതിച്ചില്ല. അവൻ ലൈംഗിക വൈകൃതത്തിന് ഉടമയായ നികൃഷ്ടനായിട്ടുള്ള ഒരു കൊലയാളിയാണെന്ന വ്യക്തമായിട്ടുള്ള ധാരണയോടെയാണ് അയാൾ അവിടെ നിന്നും മടങ്ങിയത്. അതേ സമയത്ത് ഭർത്താവിന്റെ അറസ്റ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയത് കമ്മിൻസിന്റെ ഭാര്യയായിട്ടുള്ള മാർജറി സ്റ്റീവൻസ് ആണ്. ഈ ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു. ഡിറ്റക്റ്റീവ് ഗ്രീനോ അവരെ പോയിട്ട് കണ്ടു. കമ്മിൻസിന് നേർക്ക് ഉന്നയിക്കപ്പെട്ട ആരോപണം കേട്ട് അവർ ഞെട്ടിപ്പോയി. തൻ്റെ ഭർത്താവ് ഒരു സാധുവാണെന്നും ഒരു ഈച്ചയെ പോലും വേദനിപ്പിക്കില്ലെന്നും തങ്ങളുടെ വിവാഹ ജീവിതം വളരെ സന്തോഷകരമായിരുന്നുവെന്നും അവൾ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിരവധി മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതേക്കുറിച്ച് അയാൾ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഡിറ്റക്റ്റീവ് ചോദിച്ചു. ആ ചോദ്യത്തിന് മാർഗറിക്കും കൃത്യമായിട്ടുള്ള ഉത്തരമില്ലായിരുന്നു. അവസാനമായിട്ട് താൻ കമ്മിൻസിനെ കണ്ടത് ആഴ്ചകൾക്ക് മുൻപാണെന്നും ആ സമയത്ത് അയാളുടെ കയ്യിൽ മുറിപ്പാടുകൾ ഉള്ളതായിട്ട് താൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നും അവൾ പറഞ്ഞു. ഒരു കുറ്റവാളി തൻ്റെ ക്രൈം എത്രയൊക്കെ മറച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിച്ചാലും തെളിവുകൾ അതൊരിക്കലും കള്ളം പറയില്ല. ഗോർഡൻ കമ്മിൻസിനെതിരായ തെളിവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്നും കണ്ടെടുത്ത ഒരു വാച്ച് ഡോറിസ് ജൊവാനറ്റിന്റെ ആണെന്ന് പോലീസ് കണ്ടെത്തി. അതുപോലെ കണ്ടെടുക്കപ്പെട്ട 2 സിഗരറ്റ് കേസുകളിൽ ഒരെണ്ണം കൊല്ലപ്പെട്ട എവ്ലിൻ ഓട്ലയുടെ ആണെന്ന് തെളിഞ്ഞു. അതിൽ കൊത്തിവെച്ച LW എന്ന ഇനീഷ്യലുകൾ അവളുടെ ആണെന്ന് എവ്ലിന്റെ ഭർത്താവും പറഞ്ഞു. എവ്ലിൻ ഓട്ലയ്ക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു, ലിറ്റ വാർഡ്. ആ കള്ളപ്പേരിലായിരുന്നു അവൾ വേശ്യാവൃത്തിക്ക് പോയത്. ലിറ്റ വാർഡിന്റെ ഷോർട്ട് ഫോം ആയിരുന്നു LW. സിഗരറ്റ് കേസിന്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയ ഫോട്ടോയും അവർക്ക് കിട്ടി. അത് എവ്ലിന്റെ അമ്മയുടെ ഫോട്ടോയായിരുന്നു. രണ്ടാമത്തെ സിഗരറ്റ് കേസ് മാർഗരറ്റ് ലോവയുടെ ആണെന്ന് അവരുടെ മകൾ ബാർബറ തിരിച്ചറിഞ്ഞു. ഇനീഷ്യൽ കൊത്തിയ പേനയും ചീപ്പും ഡോറിസ് ജൊവാന്റെ ഭർത്താവ് ഹെൻറിയുടെ ആണെന്ന് സ്ഥിരീകരിച്ചു. ഇതെല്ലാം ഒരു സ്മാരകമെന്ന നിലയിൽ അയാൾ സൂക്ഷിച്ചു വരികയായിരുന്നു. അടുത്ത ശക്തമായിട്ടുള്ള തെളിവ് അതിതായിരുന്നു. ഡിറ്റക്റ്റീവ് ഗ്രീനോ ക്രൈം സീനിൽ നിന്നും കണ്ടെടുത്ത നോട്ടുകളും കാതറിൻ മുൽക്കാഹിക്ക് അയാൾ എറിഞ്ഞിട്ട് കൊടുത്ത നോട്ടുകളും ശേഖരിച്ച് അവയുടെ സീരിയൽ നമ്പറുകൾ ക്രോസ് ചെക്ക് ചെയ്തു. ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് എംപ്ലോയിമാർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു രീതിയിലാണ്. അക്ഷരമാലാ ക്രമത്തിലാണ് അന്ന് ശമ്പളം കൊടുത്തിരുന്നത്. ഉദാഹരണത്തിന് ആൻഡേഴ്സൺ എന്നു പേരുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്ന് കരുതുക. അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് A സീരീസിലുള്ള നോട്ടുകളിൽ നിന്നും സീരിയൽ നമ്പർ 1 മുതൽ 100 വരെ ആയിരിക്കും. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയും വയ്ക്കും. അതിങ്ങനെയാണ്: ഇന്ന മാസത്തെ ശമ്പളം ആൻഡേഴ്സന് A സീരീസിൽ 1 മുതൽ 100 വരെയുള്ള നോട്ടുകളായിട്ട് നൽകി. തൊട്ടു പിന്നാലെ ആൻഡ്രൂ എന്നു പേരുള്ള മറ്റൊരു ഓഫീസർ വന്നുവെന്ന് കരുതുക. അയാൾക്ക് കൊടുക്കുന്നത് A സീരീസിലെ 100 മുതൽ 200 വരെയുള്ള നോട്ടുകളായിരിക്കും. അതും രേഖപ്പെടുത്തി വയ്ക്കും.
അതുപോലെ ഗോർഡൻ കമ്മിൻസിന് നൽകിയ നോട്ടുകളുടെ സീരിയൽ നമ്പരും രേഖപ്പെടുത്തി വെച്ചിരുന്നു. ക്രൈം സീനിൽ നിന്നും കിട്ടിയ നോട്ടുകളെല്ലാം ആ സീരിയൽ നമ്പറിൽ ഉൾപ്പെട്ടതായിരുന്നു. അതായത് അയാൾക്ക് ശമ്പളമായിട്ട് കിട്ടിയ പണം. ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു തെളിവായിരുന്നു. മറ്റൊരു തെളിവ് ദൃക്സാക്ഷി മൊഴിയാണ്. കമ്മിൻസിന്റെ കൊലക്കയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട കാതറിൻ മുൽക്കാഹിയെയും മാർഗരറ്റ് ഹേവുഡിനെയും പോലീസ് വിളിച്ചു വരുത്തി. അന്ന് രാത്രി നിങ്ങളെ ആക്രമിച്ചത് ഈ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് ആവശ്യപ്പെട്ടു. മുൽക്കാഹിക്ക് ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ഹേവുഡ് ഒറ്റ നോട്ടത്തിൽ അവനെ തിരിച്ചറിയുകയും തന്നെ ഇടനാഴിയിൽ വെച്ച് ആക്രമിച്ചത് ഇവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അപ്പോഴും കമ്മിൻസിന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. അവൾ തന്നെ തെറ്റിദ്ധരിച്ചതാണെന്നും അന്ന് രാത്രി അവളെ ആക്രമിച്ചത് വേറെയെങ്കിലും RAF ഓഫീസർ ആയിരിക്കുമെന്നും അയാൾ വാദിച്ചു. ഫെബ്രുവരി 16-ന് ഡിറ്റക്റ്റീവ് ക്ലെയറും ഗ്രീനോയും ബ്രിസ്റ്റൺ ജയിലിലെത്തി വീണ്ടും കമ്മിൻസിനെ കണ്ടു. അവിടെ വെച്ച് രണ്ടാമതും അവരവനെ വളരെ ശാന്തമായിട്ട് ചോദ്യം ചെയ്തു. എന്നാൽ അവ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രമാണ് കമ്മിൻസ് കൊടുത്തത്. ഒരിക്കലും കുറ്റം സമ്മതിച്ചില്ല. ഒടുവിൽ അവൻ കൊല ചെയ്ത് വികൃതമാക്കിയ സ്ത്രീകളുടെ ഫോട്ടോകൾ കമ്മിൻസിന് നേർക്ക് ഗ്രീനോ വലിച്ചെറിഞ്ഞു. അയാൾ യാതൊരു വികാരവുമില്ലാതെ ഡിറ്റക്റ്റീവ്സിനെ സാവൂതം നോക്കി. ആ സമയത്തും താൻ നിരപരാധിയാണെന്ന് മാത്രം അയാൾ ആവർത്തിച്ചു. 4 കൊലപാതകം നടന്നതിൽ 3 എണ്ണത്തിനും നിനക്കെതിരെ തെളിവുകൾ ഉണ്ടെന്നും ആ കുറ്റത്തിന് നീ ഇപ്പോൾ അറസ്റ്റിലുമാണെന്ന് ഗ്രീനോ അവനോട് പറഞ്ഞു. അടുത്ത ദിവസം പോലീസ് കമ്മിൻസിനെ ബോസ്റ്റേറ്റ് പോലീസ് കോടതിയിലേക്ക് കൊണ്ടുപോയി. ഇതിനോടകം ഡിറ്റക്റ്റീവ് ചെറിൽ ധാരാളം വിരലടയാളങ്ങൾ കമ്മിൻസിനെതിരായിട്ട് ശേഖരിച്ചിരുന്നു. കസ്റ്റഡിയിൽ എടുത്ത ശേഷം അയാളുടെ ഫിംഗർ പ്രിന്റ് എടുത്തു. എന്നിട്ട് ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റുകളുമായിട്ട് ഒത്തുനോക്കി. രണ്ടും പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. തുടർന്ന് നല്ല വലിപ്പത്തിൽ ഇതിന്റെ ഫോട്ടോകൾ എടുത്ത് കോടതിയിൽ ഹാജരാക്കി. കമ്മിൻസിന്റെ വിരലടയാളങ്ങളുമായിട്ട് ചില രേഖകൾ യോജിക്കുന്നില്ല എന്ന് അയാളുടെ വക്കീൽ വാദിച്ചു. എന്നാൽ പോലീസ് വളരെ നിസ്സാരമായിട്ട് അത് ഖണ്ഡിച്ചു. സാധാരണ ഒരു പ്രതലത്തിൽ വിരലടയാളം പതിക്കും പോലെയല്ല എന്തെങ്കിലും വസ്തുവിൽ അമർത്തിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരലടയാളം. അത് തമ്മിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. കോടതിയിൽ താനത് പരസ്യമായിട്ട് തെളിയിക്കാമെന്ന് ഡിറ്റക്റ്റീവ് ചെറിൽ പറഞ്ഞു. എന്തായാലും കോടതി ഇരു കൂട്ടരുടെയും വാദം പഠിക്കുവാനായിട്ട് ഒരു വിരലടയാള വിദഗ്ധനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ എല്ലാ സാഹചര്യത്തിലും എല്ലാ ഫിംഗർ പ്രിന്റുകളിലും പൊതുവായിട്ട് കാണപ്പെടുന്ന 16 പാറ്റേണുകൾ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. അതിന്റെ അർത്ഥം ക്രൈം സീനിൽ കാണപ്പെട്ട വിരലടയാളങ്ങൾ ഗോർഡൻ കമ്മിൻസിന്റെയാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ട എവ്ലിൻ മാർഗരറ്റ് ഹാമിൽട്ടന്റെ കൊലയുമായിട്ട് കമ്മിൻസിനെ ബന്ധിപ്പിക്കുവാനായിട്ട് പോലീസിന് ഇതുവരെയും തെളിവുകളൊന്നും കിട്ടിയില്ല. എന്നാൽ അയാളുടെ ഗ്യാസ് മാസ്ക് വയ്ക്കുന്ന ബാഗിൽ നിന്നും കോൺക്രീറ്റിന്റെ മോട്ടാറിന്റെ നിരവധി കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു. എവ്ലിന്റെ ജഡം കണ്ടെടുക്കപ്പെട്ട കോൺക്രീറ്റ് ബങ്കറിനും ചില പ്രത്യേകത ഉണ്ടായിരുന്നു. ജർമ്മൻ ബോംബർ വിമാനങ്ങളുടെ ആക്രമണത്തിൽ ആ ബങ്കറിന്റെ ചില സൈഡുകൾ തകർന്നിരുന്നു. ആ ബങ്കറിലെ ചില സാമ്പിളുകളും കമ്മിൻസിന്റെ ബാഗും അവർ ലാബിൽ അയച്ചു. അതിന്റെ റിസൾട്ടും കമ്മിൻസിനെതിരായിരുന്നു. ആ കോൺക്രീറ്റ് ബങ്കറിലെ അവശിഷ്ടങ്ങൾ അയാളുടെ ബാഗിൽ ഉണ്ടായിരുന്നു. ഒന്നുകിൽ കമ്മിൻസിന്റെ ബാഗ് ആ ബങ്കറിലെ ഭിത്തിയിൽ ഇടിച്ചിരിക്കുവാനോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് തകർന്ന ബങ്കറിലെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഈ ബാഗിലേക്ക് പതിച്ചിരിക്കുവാനോ സാധ്യതയുണ്ടെന്ന് ലാബ് റിസൾട്ട് പറഞ്ഞു. മാത്രവുമല്ല അയാളുടെ ബാഗിൽ നിന്നും ബെൽറ്റിൽ നിന്നും മനുഷ്യരക്തം കണ്ടെടുക്കുവാനും അവർക്ക് സാധിച്ചു. അതോടെ എവ്ലിൻ ഹാമിൽട്ടന്റെ മർഡർ കേസും അവനും ചുമത്തി. അതിനുശേഷം കോടതി വിധിക്ക് വേണ്ടിയിട്ട് കുറ്റവാളിയും പോലീസും ഒന്നുപോലെ കാത്തിരുന്നു. ആ സമയത്തും ഗോർഡൻ കമ്മിൻസിന് യാതൊരു കൂസലുമില്ലായിരുന്നു. താൻ നിരപരാധിയാണെന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു. കോടതിയിൽ നിന്നും പോകുന്ന വഴിക്ക് ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന തന്റെ ഭാര്യയ്ക്ക് നേരെ സന്തോഷത്തോടെ കൈ ഉയർത്തി കാണിക്കുക വരെ ചെയ്തു. ഗോർഡൻ കമ്മിൻസിന്റെ വിചാരണ ഏപ്രിൽ 23 രാവിലെ 9:30 ഓൾഡ് ബെയ്ലി കോടതിയിൽ ആരംഭിച്ചു. 4 കൊലയ്ക്കും 2 കൊലപാതക ശ്രമത്തിനും അയാൾക്കെതിരെ കേസെടുത്തു. വിചാരണ വേളയിൽ പ്രതിഭാഗം വളരെ ശക്തമായിട്ടുള്ള വാദമാണ് മുൻപോട്ട് വെച്ചത്. സാഹചര്യ തെളിവുകളെയും സംശയാസ്പദമായിട്ടുള്ള വിരലടയാളത്തെയും ആശ്രയിക്കുന്നത് അവർ ശക്തമായിട്ട് എതിർത്തു. ഏപ്രിൽ 28-ന് ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. കമ്മിൻസിനെ ഒരു സാഡിസ്റ്റിക് സെക്സ് കില്ലറായിട്ട് ജഡ്ജി വിശേഷിപ്പിച്ചു. ജൂറി അംഗങ്ങളും അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ജൂൺ 25-ന് വാൻസ്വർത്ത് ജയിലിൽ മരിക്കും വരെ അയാളെ തൂക്കിലേറ്റുവാനായിട്ട് വിധിച്ചു. വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം ഗോർഡൻ കമ്മിൻസ് വളരെ അസ്വസ്ഥനായിരുന്നു. അയാൾ കുതറുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഒടുവിൽ അയാൾക്കവർ ഒരു ഗ്ലാസ് റം നൽകി. അതും കുടിച്ചു തീർത്ത് രാവിലെ 8 മണിയോടെ കമ്മിൻസ് വളരെ ശാന്തനായിട്ട് സ്കഫോൾഡിലേക്ക് കയറി. ബ്ലാക്ക് ഔട്ട് റിപ്പറിന്റെ കഴുത്തിൽ കൊലക്കയർ വീണു. അന്ന് പ്രഭാതത്തിലെ വസന്തകാല കാറ്റിൽ ഗോർഡൻ കമ്മിൻസിന്റെ ശരീരം ചെറുതായിട്ട് ആടി ഉലയുമ്പോൾ ദൂരെ നിന്നും ജർമ്മൻ ബോംബർ വിമാനങ്ങൾ ലണ്ടൻ നഗരത്തെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് നഗരത്തെ വിറപ്പിച്ചുകൊണ്ടൊരു സൈറൺ മുഴങ്ങി. ഭയത്തിന്റെ സൈറണാണത്. എന്നാൽ അന്ന് പ്രഭാതത്തിന് സന്തോഷിക്കുവാനായിട്ട് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഔട്ട് കില്ലർ ഇനിയില്ല. ആ അധ്യായം അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജമീന്ദാർ കൊലക്കേസിന്റെ വീഡിയോ ലിങ്ക് കീഴേ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് അതുമൊന്ന് നോക്കാവുന്നതാണ്.